അപ്പോൾ അതിന് ബദലായിട്ടാണെന്ന് തോന്നുന്നു, അതായത് ശിഷ്യപൂജിത ഏറ്റവും മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു കുബുദ്ധി ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ ആരോപണങ്ങളും മറ്റു പല വ്യക്തികൾക്ക് സംഭവിച്ച തെറ്റുകൾ നേരെ മാറ്റിമറിച്ച് ശിഷ്യപൂജിതയുടെ പേരിൽ പറഞ്ഞ് ശിഷ്യപൂജിത അങ്ങ് അധിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് ഈ ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ആരാണ് ഇങ്ങനെ തൻ്റെ തെറ്റുകളും തന്നെക്കുറിച്ചുള്ള കുഴപ്പങ്ങളും പുറത്തു വരാതിരിക്കാനായിട്ട് ഇത് മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരാണ്? അപ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ദുരുദ്ദേശത്തിലാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ ചാനലിലൊന്നും വന്ന് പറയുന്ന ആൾക്കാരല്ല, ഇത് ആക്ച്വലി അവരല്ല ഇത് പറയുന്നത്, ഇവരെ കൊണ്ട് പറയിക്കുന്നതാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ജന്യമാരെ കുറിച്ചും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, അവർക്ക് സമാധി സ്വഭാവത്തിലുള്ള അനുഭവം വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ സമാധി സ്വഭാവത്തിലുള്ള അനുഭവം വരെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു മനസ്സിന് ക്ലാരിറ്റി വരുന്നില്ല? ഗുരുവിൻ്റെ ഈ പ്രകാശം നമ്മുടെ അന്തർനേത്രം കൊണ്ട് കാണുമ്പോൾ ഈ സൂര്യനെ നമുക്ക് സഹിക്കാം, പക്ഷേ ഗുരുവിൻ്റെ ആ കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള എന്നാൽ ചൂടില്ലാത്ത ആ പ്രകാശം നമുക്ക് താങ്ങാൻ പോലും കഴിയാത്ത പ്രകാശമാണ്. എല്ലാവർക്കും ഈ പറയുന്ന ചില സന്യാസിയുടെ ഒക്കെ പ്രവർത്തനത്തിലുള്ള പരാതിയൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഭരണരംഗത്ത് സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ കുറച്ച് ആരോപണങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഈ വീഡിയോ. ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ഓഡിയോ അങ്ങനെ അതവർ എടുത്തിട്ട് ഇങ്ങനെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഗുരു ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ, ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോഴേ ഞാൻ എടുത്തു വളർത്തിയ ആളാണ്, അപ്പോൾ ആ ആള് അവൾ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പം അത് ശിഷ്യപൂജിതയെക്കുറിച്ചാണെന്ന് ഇവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊരു കാര്യം. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് അന്ന് ദർശനത്തിൽ ആശ്രമത്തിൽ നിന്ന് അറിയിച്ച ഒരു കാര്യം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ആ തെറ്റിപ്പോയത് ശിഷ്യപൂജിതയ്ക്കാണ് തെറ്റിയത് എന്നുള്ളതാണ് അവര് പറയുന്നത്. പിന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അഖണ്ഡനാമത്തെക്കുറിച്ചാണ്. അതിലെ മൂന്നാമത്തെ വരി ശിഷ്യപൂജിതയ്ക്ക് ദർശനത്തിൽ കിട്ടിയതാണ്. അപ്പൊ അത് ഗുരു ചോദിച്ചു വന്ന്, ഇത് നീ കിട്ടിയതാണോ, നീ ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് ചോദിച്ചു. എന്നിട്ടും ഗുരു അത് അനുവദിച്ചു. അത് ഗുരു അങ്ങനെ അനുവദിച്ചതാണ്, അപ്പൊ അങ്ങനെ ഗുരു അങ്ങനെ ചെയ്യാറുണ്ട് എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ ഇതായിട്ട് തോന്നി. എന്താണെന്ന് അറിയുമോ, ഇത് വ്യക്തമായിട്ട് നമ്മുടെ അഭിവൃദ്ധി ശിഷ്യപൂജിതയെ അപമാനിക്കുക അല്ലെങ്കിൽ ശിഷ്യപൂജിതയെ കുറിച്ചുള്ള കുറ്റമാണ് പറയുന്നത് എന്നുള്ള വ്യാജേന ഇവർ ശരിക്കും ഗുരുവിനെയാണ് പറയുന്നത്. ഗുരുവിനെ തന്നെയാണ് ഇത് പറയുന്നത്. ഇതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് പച്ചയ്ക്ക് അവര് ഗുരുവിനെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുരുവിനെ, ഈ പരമ്പരയെ തന്നെ ഇല്ലാതാക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് ഈ ആൾക്കാർ നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശ്രീ, ഈ പറഞ്ഞ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾക്ക് ഉള്ള ഒരു മറുപടി എന്തായാലും ശ്രീ ഒന്ന് പറയുമല്ലോ. സദ്ഗുരുവേ ശരണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, അതായത് ഗുരുവിൻ്റെ മറ്റൊരു ഓഡിയോ ക്ലിപ്പിൽ ഗുരു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നത്തെ സമകാലികരായിട്ടുള്ള അധികാരികളെക്കുറിച്ച്. അതായത്, ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ എൻ്റെ കാലശേഷം നിങ്ങൾ എന്തായിരിക്കും കാണിക്കുക എന്നുള്ളൊരു വ്യാകുലപ്പെടുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു, അപ്പം ഗുരു സമകാലികരായിട്ടുള്ള ഭരണ സംവിധാനത്തെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് അതുപോലുള്ള ഒരു മിസ്റ്റേക്ക് പിൽക്കാലത്ത് സംഭവിച്ചു. അവർ ഗുരുവാക്കനുസരിക്കുന്നില്ല. ഇപ്പോൾ ശിഷ്യപൂജിത എന്നുള്ളതല്ല, ഗുരുപ്രകാശത്തിൽ നിന്നുള്ള വാക്കുകൾ അനുസരിക്കാതെ അവർ പ്രവർത്തിച്ചു. ഗുരു പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു. അങ്ങനെ അവരെ എല്ലാം മാറ്റിയിട്ട് പുതിയ തലമുറയെ ഭരണ സംവിധാനങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ശിഷ്യപൂജിത ഗുരുവിൻ്റെ വാക്കനുസരിച്ച് വളർന്നു വന്ന, ഗുരുവിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ശിക്ഷണത്തിൽ വന്ന ശിഷ്യയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അതിന് ബദലായിട്ടാണെന്ന് തോന്നുന്നു, അതായത് ശിഷ്യപൂജിത ഏറ്റവും മോശമാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു കുബുദ്ധി ഇവിടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ ആരോപണങ്ങളും മറ്റു പല വ്യക്തികൾക്ക് സംഭവിച്ച തെറ്റുകൾ നേരെ മാറ്റിമറിച്ച് ശിഷ്യപൂജിതയുടെ പേരിൽ പറഞ്ഞ് ശിഷ്യപൂജിത അങ്ങ് അധിക്ഷേപിക്കുന്ന ഒരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മറ്റൊരു വ്യക്തി ഇതുപോലെ ചില തെറ്റുകളെല്ലാം ചെയ്ത് അല്ലെങ്കിൽ മറ്റ് രീതിയിൽ വളരെ റോങ് ആയിട്ടൊക്കെ സഞ്ചരിച്ചിട്ട് തൻ്റെ മേൽ ആരോപണം വരുമെന്ന് കണ്ടപ്പോൾ ഇത്
നേരെ വളച്ചൊടിച്ച് കള്ളത്തരങ്ങളും കാപട്യങ്ങളും അങ്ങ് പറഞ്ഞു പരത്തി മറ്റ് അപമാനപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് കണ്ട് അതിൻ്റെ സത്യമായിട്ടുള്ള കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം ഞെട്ടിപ്പോയി. കാരണം മനുഷ്യർക്ക് എങ്ങനെ ഈ കാര്യങ്ങളെ ഇത്രയ്ക്ക് വളച്ചൊടിച്ച് മാറ്റിമറിച്ച് അസത്യം പറഞ്ഞ് പ്രചരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവുകയുണ്ടായി. കാരണം ഇങ്ങനെ ഈ രീതിയിലൊക്കെ അവരവർ ചെയ്യുന്ന കാര്യത്തെ മറ്റൊരാളാണ് ഇതിനേക്കാൾ കുഴപ്പമെന്നുള്ള രീതിയിൽ മാറ്റിമറിക്കുന്നു. ഇപ്പോൾ എന്നെക്കുറിച്ചൊക്കെ ചില ചാനലിലൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വളച്ചൊടിച്ച് ഇല്ലാത്ത കഥകളൊക്കെ ആക്കി അവർ സംസാരിക്കുന്ന കാര്യം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ എന്ത് കള്ളത്തരങ്ങളും എങ്ങനെയും മാറ്റിത്തിരിച്ച് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ മനുഷ്യർക്ക് കഴിയുന്നു. അപ്പോൾ പിന്നീട് ഞാനത് വിട്ടു. കാരണം എന്ന് വെച്ചാൽ ഇത് മനുഷ്യരുടെ കുഴപ്പമല്ല, ഇത് മനുഷ്യൻ്റെ ഒരു ചിന്താധാരയുടെ, മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു കുഴപ്പമാണ്. അവർ അറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരാൾ ചിന്തിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് അൺകോൺഷ്യസ് ആണ്, അവൻ്റെ ജീവബോധ തലത്തിൽ അൺകോൺഷ്യസ്, അതായത് മനുഷ്യന് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്നിങ്ങനെ 3 തലങ്ങളുണ്ടെന്ന്, മനുഷ്യൻ്റെ മനസ്സിന് ഇങ്ങനെ 3 തലങ്ങളുണ്ടെന്നുള്ളത് മോഡേൺ മനഃശാസ്ത്രജ്ഞന്മാർ വരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മനുഷ്യൻ്റെ മനസ്സിൽ നിന്നുള്ള ചിന്തകൾ ഇങ്ങനെ വരുമ്പോൾ അത് ഊർജ്ജ സ്വഭാവത്തിലാണ്. ചിന്തകൾ ഇമോഷനും ഊർജ്ജ സ്വഭാവത്തിൽ ഉരുത്തിരിഞ്ഞ് വന്ന് അത് ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ വളരെ ലേറ്റായിട്ടാണ് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളിത് അറിയുന്നത്. അതായത് ഓരോ ചിന്തകളും ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഈ മനുഷ്യൻ താൻ ചിന്തിക്കുന്നു എന്ന രീതിയിൽ അവൻ്റെ ബ്രെയിൻ അവന് ദ്യോതിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം മനുഷ്യൻ ഒരർത്ഥത്തിൽ ബലിയാടാണ്. പൂർവ്വ കർമ്മ വാസനകൾ, പൈശാചിക സൂക്ഷ്മ പൈശാചികങ്ങൾ, പിതൃക്കൾ, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും എനർജികളും ഇവൻ്റെ ബ്രെയിനിലൂടെ, ഇവൻ്റെ മനസ്സിലൂടെ പ്രവർത്തിച്ച് വരുമ്പോൾ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നു എന്നേ ഉള്ളൂ. അയാളെ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയാണ്. അപ്പോൾ ഇത്തരക്കാർ ഈ രീതിയിൽ സ്വാർത്ഥപരമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ അവർ ബലിയാടുകളെ പോലെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള, അബോധമായിട്ടുള്ള സംസ്കാരത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ബോധപൂർവം ഒരാൾ സംസാരിക്കണമെങ്കിൽ, യഥാർത്ഥമായിട്ട് സംസാരിക്കണമെങ്കിൽ അയാൾ ഒരു ജ്ഞാന തലത്തിൽ, അതായത് ഈ അൺകോൺഷ്യസ് തലം ഉണർന്ന്, അയാൾ ജീവബോധത്തിൽ ഉണർന്ന് ആ സ്നേഹം എന്ന ഇമോഷൻ, സ്നേഹമാണ് ക്രിയേഷൻ, ഗോഡ് എന്ന് പറയുന്ന ആ ക്രിയേഷൻ, പുതിയ ചിന്തകൾ സംസാരിക്കണമെങ്കിൽ സ്നേഹത്തിൽ ഉണർന്ന്, സ്നേഹത്തിൽ വികസിച്ച് ആ ക്രിയേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു ചിന്ത സൃഷ്ടിക്കണമെങ്കിൽ അത് അത്രമാത്രം ഉണർന്ന വ്യക്തികൾക്കേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം അബോധവാന്മാരായിട്ടുള്ള വ്യക്തികളാണ് ഈ രീതിയിലെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളോട് നമ്മൾ എന്ത് പറയാനാണ്? കാര്യം ബോധമില്ലാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നതെന്ന് ചിന്തിക്കാതെ ഇത് നിഷ്പക്ഷമായിട്ട് കേൾക്കുകയാണെങ്കിൽ ഈ അബോധമായിട്ടുള്ള ഈ ചിന്താധാരകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഈ കർമ്മഗതി സൃഷ്ടിക്കുന്ന, ഈ തെറ്റായ കർമ്മഗതികളെല്ലാം സൃഷ്ടിക്കുന്ന ഈ ചിന്തയിൽ നിന്ന് മോചിച്ച് ഒരു ജീവബോധത്തിൽ ഉണർന്ന് ആ ഈശ്വരൻ്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴിയിലേക്ക് സഞ്ചരിക്കാനുള്ളൊരു ഫ്രീഡം കിട്ടുന്നൊരു കാര്യങ്ങളാണ് ഞാൻ ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെ, ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബോധപൂർവം ഉണരാൻ എന്ത് ചെയ്യണം? ബോധപൂർവം ഉണർന്ന് ആ ജീവൻ്റെ സാക്ഷാത്കാര സ്വഭാവത്തിലൊക്കെ അറിയണമെങ്കിൽ എത്രമാത്രം എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഇതുപോലുള്ള ഗഹനമായിട്ടുള്ള ആത്മീയ വിഷയങ്ങളൊക്കെ എന്തിന് സംസാരിക്കുന്ന പൊതുജനങ്ങളോട്, ഇപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൊക്കെ എടുത്തു വെച്ചിട്ട് ഇത്രയും ഗഹനമായിട്ടുള്ള കാര്യങ്ങൾ എന്തിന് സംസാരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്, ഞാൻ ഓവർ ഡോസ് ആയിട്ട് സംസാരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇത് വിഷമിപ്പിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പലപ്പോഴും എനിക്കിത് സംസാരിക്കാനൊരു വിഷമമുണ്ട്. കാരണം ഇത് ഒത്തിരി ഉയർന്ന, വളരെ ഡീപ്പായിട്ടുള്ളൊരു ആത്മീയ വിഷയങ്ങളാണ്. പക്ഷേ എന്നാൽ ഇത് പറയാതിരിക്കാനും തരമില്ല. കാരണം ഈ രീതിയിൽ ബാലിശമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യഥാർത്ഥ ആത്മീയത എന്താണ്, അല്ലെങ്കിൽ ബോധപൂർവം ഉണരേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് അറിയിക്കാതെ അതിൻ്റെ റിയലായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുന്നതുമില്ല. അപ്പോൾ ഇവിടെ ആരാണ് ഈ ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ആരാണ് ഇങ്ങനെ തൻ്റെ തെറ്റുകളും തന്നെക്കുറിച്ചുള്ള കുഴപ്പങ്ങളും പുറത്തു വരാതിരിക്കാനായിട്ട് ഇത് മറ്റുള്ളവരുടെ മേൽ ആരോപിച്ചുകൊണ്ട് ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരാണ്? അപ്പോൾ ഞാനിവിടെ ഇത് പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയുടെ പേര് പറയുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മനുഷ്യൻ്റെ മനസ്സ് ബലിയാടാണ്. മനുഷ്യൻ അബോധമായ ഒരു വാസനയിൽ ഇത് സംസാരിക്കുകയാണ്. പക്ഷേ
ഇത് കേൾക്കുന്നവർക്കും അത് മനസ്സിലാക്കുന്നവർക്കും എല്ലാം അത് ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു ബന്ധു അവരിങ്ങനെ പറയുകയുണ്ടായി, ഇന്ന ഒരു സന്യാസിനി ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകളും ഒക്കെ അവർക്ക് ഇങ്ങനെ അയക്കുന്നുണ്ട്, അവർ ബ്ലോക്ക് ചെയ്തു. കാരണം ഇങ്ങനെ വട്ടായിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കൺഫ്യൂഷനായിട്ട്. കാര്യം അവർ എൻ്റെ വീഡിയോകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു സൈക്കാട്രിക് പ്രോബ്ലമാണ്, ഇങ്ങനെ ഓവറായിട്ടുള്ള ആലോചനയിൽ നിന്ന് ചിന്തയിൽ നിന്ന് ഉണ്ടായതാണെന്നൊക്കെ മനസ്സിലായിട്ട് അവർ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ പല വ്യക്തികളും, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആശ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ ഒരു പഴയ ഒരു സന്യാസിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഈ കുട്ടിയോട് ആശ പറഞ്ഞു, ഇങ്ങനെ ആ ജെന്നിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വളരെ ഏകപക്ഷീയമായിട്ട് വളച്ചൊടിച്ച് കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ കുട്ടി എടുത്തവായിട്ട് ചോദിച്ചു, ഇവർ ഇത്രയും ത്യാഗപ്പെട്ട് ഇങ്ങനെയൊക്കെ നിന്ന് വളരെ ഇങ്ങനെയൊക്കെ ഉള്ള സന്യാസിനിയല്ലേ, അങ്ങനെയാണെങ്കിൽ ഇന്ന സന്യാസിയല്ലേ കുഴപ്പം എന്ന് പറഞ്ഞ് ഒരു വലിയ സന്യാസിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സന്യാസി എന്തിനിവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ എന്തിനെങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുഖം ഇല്ല, നാഗവല്ലി എന്നൊക്കെ പറയുന്ന നമ്മൾ സിനിമയിൽ നീ പോണ്ട ഗംഗേ, നീ ഇന്ന് പോണ്ട, അപ്പോൾ അതെന്താ ഞാൻ പോയാൽ എന്നൊക്കെ പറഞ്ഞ് ഗംഗ ചോദിക്കുന്നത് പോലെ ഈ കുട്ടിയുടെ മുഖം മാറിയിട്ട് ഇന്ന സന്യാസിയല്ലേ കുഴപ്പം, ഈ സന്യാസിനിക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പം ഈ സന്യാസിയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ആശ്രമത്തിൻ്റെ പഴയ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആശ്രമത്തിൽ നമ്മൾ അറിയപ്പെട്ട ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ 3 സന്യാസിനിമാരാണ് ഗുരു ഉയർത്തിക്കൊണ്ടുവരാൻ, അതായത് പ്രഥമ ശിഷ്യയായിട്ട് അല്ലെങ്കിൽ ആധ്യാത്മിക രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ഗുരു പരിശ്രമിച്ചത് 3 സന്യാസിനിമാരെയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ, ഇപ്പം നമ്മൾ 80 കാലഘട്ടത്തിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മാസികയൊക്കെ നോക്കുമ്പോൾ ആദ്യം അമലാജന്നി, രണ്ടാമത് സാത്വികന്നി, മൂന്നാമതാണ് അമൃതാജന്നിയുടെ പേര്. അതായത് ആർട്ടിക്കിൾ, അന്നത്തെ മാസികകളിലെ ആർട്ടിക്കിളൊക്കെ അവരുടെ സ്ഥാനമനുസരിച്ച് നോക്കുമ്പോൾ ഇത് 3-ാം സ്ഥാനത്താണ് അമൃതാജന്നിയുടെ പേര് വരുന്നത്. അപ്പോൾ അത്രയും ഉയരത്തിൽ നിന്നിരുന്ന ആദ്യത്തെ ഭാഗത്തുള്ള സന്യാസിനെ സംബന്ധിച്ച് ചില തെറ്റുകൾ സംഭവിക്കുകയും, അപ്പോൾ ആ തെറ്റുകളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വ്യക്തിയെ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് അവരാരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പാസ്റ്റിൽ നിന്ന് മോചനം നേടണമെന്നാണ് പറയുന്നത്. നമ്മുടെ പാസ്റ്റായിട്ടുള്ള ഐഡൻറ്റിറ്റി ഒരു ജീവബോധത്തിൽ ഉണരുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മുടെ പാസ്റ്റായിട്ടുള്ള നമ്മൾ ഈ ഞാനെന്ന് പറഞ്ഞ് വിചാരിച്ച് വെച്ചിരിക്കുന്ന ഈ ഐഡൻറ്റിറ്റി നമ്മുടെ ശത്രുവാണ്. ഇവിടെയാണ് ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞത്, ദ എനിമി ഈസ് നോട്ട് ദി അതർ, ദ എനിമി ഈസ് യു. നിങ്ങളാണ് നിങ്ങളുടെ ശത്രു, മറ്റാരും അല്ല. അപ്പം ഈ രീതിയിൽ തൻ്റെ പാസ്റ്റിനെ, ഞാനെന്ന ഭാവത്തിനെ കളഞ്ഞ് ഫ്രീ ആയാൽ മാത്രമേ നമുക്ക് ജീവബോധത്തിലേക്ക് ഉണരാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ ഞാനെന്ന് പറഞ്ഞ ഭാവത്തിനെയും അതിൻ്റെ പാസ്റ്റിനെയും അതിനെ ശരിയാക്കാനും അതിൻ്റെ ഇമേജൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ ആധ്യാത്മികമായിട്ട് തെറ്റാണ്. അപ്പം ഞാൻ ഇതുപോലെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മോചിക്കാൻ, ഈ പാസ്റ്റിനെ കളഞ്ഞിട്ട് മോചിക്കാൻ, ഞാൻ ഈ പുതിയ ഇപ്പോഴുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ജീവബോധത്തിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഈ പാസ്റ്റിനെയാണ് കുറ്റം പറയുന്നത്. കാരണം ഈ പാസ്റ്റിനെ പറയാതിരിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ഒരു എന്താണ് ഇവിടെ സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് ഒരു വ്യക്തിയായിട്ട് എടുക്കണ്ട, നമ്മുടെ കൂട്ടത്തിൽ മനുഷ്യ രാശിയിൽ അല്ലെങ്കിൽ മനുഷ്യ മനസ്സിൽ സംഭവിച്ചു പോയ ഒരു മിസ്റ്റേക്കായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഒരു ശിഷ്യ എന്ന തലത്തിൽ ഒരു ഗുരുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്, അപ്പോൾ അത് എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലർ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുപോലുള്ള കാര്യങ്ങളും ബലഹീനതകളും മനുഷ്യൻ്റെ വിഷമങ്ങളും കുറവുകളും ഒക്കെ ഗുരു ക്ഷമിക്കുമായിരുന്നു, എക്കാലത്ത് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു ശിഷ്യന് ഗുരുവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ് സംഭവിക്കുകയും അങ്ങനെ ഒരിക്കലും അത് മോചനപ്പെടാത്ത ഒരു അവസ്ഥയാണെന്ന് കണ്ടപ്പോൾ ഗുരു പറഞ്ഞു അവരുടെ വീട്ടിൽ കൊണ്ടാക്കൂ, എന്നാൽ ഇനി അവരെ സന്യാസമൊക്കെ മാറ്റി അവരെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ കാല് പിടിച്ച് അവരാണ് അപേക്ഷിച്ചത്. അതായത് ഞാൻ എക്കാലവും ഇവിടെ ഒതുങ്ങി ഒന്നിലും ഇടപെടാതെ നിന്നുകൊള്ളാം. കാര്യം അവർക്ക് അതിൻ്റെ തെറ്റിൻ്റെ വലിപ്പം മനസ്സിലായി. അതിൽ നിന്ന് മോചനം തരാൻ ഗുരുവിന് മാത്രമേ കഴിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അതിനെന്ത് പ്രായച്ചിത്തമാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ഒതുങ്ങി നിൽക്കണമെന്നുള്ളത് മനസ്സിലായപ്പോൾ അവർ ഗുരുവിൻ്റെ കാല് പിടിച്ച് അങ്ങനെ അപേക്ഷിക്കുകയും ഗുരു അങ്ങനെ നിർത്തുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ലൈഫ്, ഈ ജന്മം, അതിൻ്റെ ആ പ്രായച്ചിത്തത്തിൻ്റെ ബോധം നമുക്കുണ്ടാവണം. അതിൽ ആ ചിന്താധാര വെച്ച് നമ്മുടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്താധാര വെച്ച് നമ്മൾ പുതിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള ഒരു ബോധം, അല്ലെങ്കിൽ പുതിയ രീതിയിൽ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സ് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെ തെറ്റും, നമ്മുടെ മനസ്സ് നമ്മളെ ഏത് രീതിയിൽ തെറ്റിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് ഇൻഫ്ലുവൻസ് വരുന്നത്, അല്ലെങ്കിൽ ആരാണ് നമ്മളെ തെറ്റിക്കുന്നത്, ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു അവബോധം
പൂർണ്ണമായൊരു ബോധം, ജാഗ്രൽ സുഷുപ്തി എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും ബോധം ഉണർന്നാൽ മാത്രമേ ഈ ഒരു ഇൻഫ്ലുവൻസ് നിന്ന് മാറാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളെ ഇതുപോലുള്ള ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം ആ വ്യക്തി അത് സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ സന്യാസിനിയെ സംബന്ധിച്ച്, ഇപ്പോൾ ആ രണ്ടാമത്തെ സന്യാസിനിയെ സംബന്ധിച്ചും ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മളിപ്പോൾ 90കളുടെയൊക്കെ മധ്യഭാഗത്തോട് അടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരു തന്നെ മാറ്റി നിർത്തിയത്. അപ്പോൾ ആദ്യത്തെ ആളിനെ ഗുരു മാറ്റി നിർത്തി, കുറച്ചു കാലം ഗുരു ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതിന് ശേഷം മിസ്റ്റേക്ക് വന്നപ്പോൾ മാറ്റി നിർത്തി, രണ്ടാമത്തെ ആളിനെയും ഗുരു മാറ്റി നിർത്തി. അപ്പോൾ രണ്ടാമത്തെ ആളിനെയും ഈ ദർശന ഭാഗത്തൊക്കെ തെറ്റ് വരുന്നതെല്ലാം കണ്ടു, പല പല വിഷയങ്ങളൊക്കെ ആയി, അവരുടെ അറ്റാച്ച്മെൻറ്റ്, കുടുംബത്തോടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഗുരു നിഷ്കർഷിക്കുന്ന ചില പ്രത്യേക രീതികൾ വരാതെ വന്നപ്പോൾ മാറ്റി നിർത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ പഴയ സമൂഹത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രണ്ടാമത്തെ ആളിനെയും മാറ്റി നിർത്തി. പിന്നെ മൂന്നാമത്തെ ആളിലായിട്ടുള്ള ശിഷ്യപൂജിതയാണ് ഗുരു അവസാനം വരെയും കൂടെ നിർത്തിയതും എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചിരുന്നതും എല്ലാ സങ്കല്പങ്ങളും പ്രാർത്ഥനയൊക്കെ ചെയ്യിച്ച് എല്ലാ രീതിയിലും ഗുരു അവസാനം വരെ കൂടെ നിർത്തിയിരുന്ന ആൾ ശിഷ്യപൂജിതയാണ്. അപ്പോൾ ഈ ശിഷ്യപൂജിത എങ്ങനെ ഈ സ്ഥാനത്ത് വന്നു? ഇപ്പം ചുമ്മാ വലിഞ്ഞേറി ഇരുന്നല്ലോ, അവസാനം വരെയും ഗുരുവിനോടൊപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും, ആശ്രമത്തിലെ ദർശന സ്വഭാവത്തിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെല്ലാം ഇത്രയും കാലം ശിഷ്യപൂജിത ആ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷമുള്ള സമയത്തെല്ലാം ശിഷ്യപൂജിത എല്ലാവരും അനുസരിച്ചത് എന്തുകൊണ്ടാണ്? അന്നത്തെ എല്ലാ പ്രഗത്ഭരായ ആൾക്കാരും അനുസരിച്ചതും ഇങ്ങനെയുള്ളൊരു സ്ഥാനത്തിലേക്കൊക്കെ വന്നത് എന്തുകൊണ്ടാണ്? ശിഷ്യപൂജിത ആയിരുന്നു ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തലത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാവരും അംഗീകരിച്ചത്. അല്ലാതെ മറ്റുള്ളവർ എന്തുകൊണ്ട് ആ സമയത്ത് വന്നില്ല? കാരണം അവരെല്ലാം അന്ന് മാറ്റി നിർത്തിയിരുന്നതാണ്, ഗുരു തന്നെ മാറ്റി നിർത്തിയിരുന്ന, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ശിഷ്യപൂജിത ആ സ്ഥാനത്ത് വരേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ശിഷ്യപൂജിത എല്ലാവരും അംഗീകരിച്ചതും മാനിച്ചതും പ്രവർത്തിച്ചതും എല്ലാം. പിന്നീട് വന്ന ചില ഈ ഭരണ നേതൃത്വങ്ങളെല്ലാം മാറ്റി പുതിയ തലമുറയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇവരാരും അനുസരിക്കാത്തൊരു സാഹചര്യം വന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വന്നപ്പോൾ പുതിയ തലമുറ ഏൽപ്പിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ ദേഷ്യത്തിൻ്റെ ഫലമായിട്ട് വീണ്ടും ഇവർ ഒളിച്ചൊക്കെ ഇരുന്ന് പലരും പ്രവർത്തിച്ചും സംസാരിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചതും. അതിനുശേഷം ഈ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയെങ്കിൽ എൻ്റെ കാലശേഷം എന്തെന്നുള്ള ഗുരുവിൻ്റെ വാക്ക് അത് ശിഷ്യപൂജിതയെക്കുറിച്ചാക്കി മാറ്റുന്നു. അപ്പോൾ അത് ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും അറിയാം ശിഷ്യപൂജിതയെക്കുറിച്ച് അല്ല എന്നുള്ളത്. അതിനുശേഷം പക്ഷേ ഇപ്പോഴത്തെ പുതിയ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകും. അതുപോലെ പിന്നെ ഇപ്പോൾ മറ്റ് ജന്യമാരെ സന്യാസിമാരെയൊക്കെ കുറിച്ച് പറഞ്ഞതെല്ലാം ഇന്ന് വളച്ചൊടിച്ചത് ശിഷ്യപൂജിതയുടെ പേരിലാക്കുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ട് വന്ന ഒരു കുട്ടിയെന്ന് പറഞ്ഞാൽ അത് ശിഷ്യപൂജിതയെക്കുറിച്ചല്ല, മറ്റൊരു ജന്യം ഇതേപോലെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ആളുണ്ട് ഗുരു. ഈ കാര്യം പറയുമ്പോൾ അപ്പോൾ ശിഷ്യപൂജിത ഗുരുവിൻ്റെ ബാക്കിൽ നിൽക്കുകയാണ്, ശിഷ്യപൂജിതയെക്കുറിച്ചല്ല, അത് മറ്റൊരു ജന്യയെക്കുറിച്ച്. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം ആരാണെന്ന്. അത് പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം ഗുരു ആരെക്കുറിച്ചാണ് പറഞ്ഞത്, ഇവരിത് നശിപ്പിക്കും, ഞാനിത് ഇങ്ങനെ ഈ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്നല്ലേ. അപ്പോൾ ഇപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി അവർക്ക് കാര്യം വളച്ചൊടിക്കാൻ വേണ്ടി അത് ശിഷ്യപൂജിതയങ്ങാക്കുന്നു. എന്തൊരു വിരോധാഭാസം നോക്കണേ. പിന്നെ ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ദർശനത്തിൻ്റെ സ്വഭാവം അതും മറ്റൊരു ജന്യയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതും വളച്ചൊടിച്ച് ശിഷ്യപൂജിതയുടെ പേരിലാക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ശിഷ്യപൂജിതയുടെ പേരിലോട്ട് ഇവരിങ്ങനെ ശിഷ്യപൂജിതയുടെ പേരിലോട്ട് ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇത് വളരെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ദുരുദ്ദേശത്തിലാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഈ ചാനലിലൊന്നും വന്ന് പറയുന്ന ആൾക്കാരല്ല ഇത്, ആക്ച്വലി അവരല്ല ഇത് പറയുന്നത്, ഇവരെ കൊണ്ട് പറയിക്കുന്നതാണ്. ഇത് ഒരു വ്യക്തി അവരുടെ മനസ്സിലെ ദേഷ്യം കൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ നേരത്തെയുള്ള സംശയം കൊണ്ട് അവർക്കുണ്ടായ അപമാനത്തിൽ നിന്ന് അവരത് അപമാനം തീർക്കാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കിക്കൊണ്ട് ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ ഈ പറയുന്നവരെല്ലാം ഇത് വിശ്വസിക്കുന്നു. ഈ ജനനി പറയുന്നത് അവർ വിശ്വസിക്കുന്നു. എന്തിനവർ വിശ്വസിക്കുന്നു? ഇപ്പോൾ ശിഷ്യപൂജിതയാണല്ലോ അവസാനം വരെയും ഗുരു കൂടെ നിർത്തിയിരുന്നത്. പക്ഷേ ശിഷ്യപൂജിത പറയുന്നത് ഇവർ വിശ്വസിക്കുന്നില്ല. പകരം കാര്യം അവർക്ക് ആ ഗുരു ശിഷ്യ ബന്ധത്തിലൂടെ പോകാൻ പറ്റാത്തതുകൊണ്ടും അവരുടെ മറ്റ് പല കാര്യങ്ങൾ അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിഷ്യപൂജിതയെ വിശ്വസിക്കാതെ ഈ ജനനി പറയുന്നത് വിശ്വസിക്കുന്നു. കാര്യം ഈ ജനനി എല്ലാം ബയാസ്ഡാക്കി സ്വന്തം ഇമേജ് ക്ലിയർ ആക്കാനും തനിക്ക് ശരിയാകാനും വേണ്ടി സംസാരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ആലോചിക്കണം, ഗുരുവിനോട് ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഈ പ്രത്യക്ഷത്തിൽ നമുക്ക് ദേഷ്യമൊന്നും തോന്നില്ല, പക്ഷേ അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിൽ ഗുരുവിനോട് ദേഷ്യം ഉണ്ടായിരിക്കും, ഗുരുവിനോടും ദേഷ്യം ഉണ്ടായിരിക്കും. കാര്യം അങ്ങനെയൊക്കെ ഗുരുവിനോട് ദേഷ്യം വരാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ സന്യാസിനിയുടെ പേരിപ്പോൾ പറയണ്ട, ആ ഒരു കാര്യമുണ്ടല്ലോ, പിന്നെ പട്ടിസദ്യയെക്കുറിച്ചൊക്കെയുള്ള, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ ലേഖനം എഴുതി നമ്മുടെ മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവിനെ വായിച്ച് കേൾപ്പിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിൽ പട്ടിസദ്യയെക്കുറിച്ച് ഞാൻ അതിനകത്ത് സൂചിപ്പിച്ചു. കാരണം ചട്ടമ്പി സ്വാമികൾ നടത്തിയ പട്ടിസദ്യ
അതായത് കുറെ പട്ടികളെ സദ്യ കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം വിളിച്ച് വരുത്തുന്നു. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം ഓരോ ആത്മാക്കൾ, അത് കഴിഞ്ഞ ജന്മം ജഡ്ജി ആയിരുന്നു, ഇത് കഴിഞ്ഞ ജന്മം ഇന്ന എഞ്ചിനീയർ ആയിരുന്നു, അങ്ങനെ ഓരോരുത്തരെ അദ്ദേഹം ഇങ്ങനെ ഓരോ പട്ടികളെയും കുറിച്ച് ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട്. അതായത് അവനവന്റെ കർമ്മഫലമായിട്ട് അവർ പട്ടിയായിട്ട് ജനിച്ചു എന്നുള്ളതാണ് അതിന്റെ സാരം. ഇത് ഞാൻ ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചപ്പോ ഈ ജനനി അവിടെ ഗുരുവിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിയിട്ടാണ് ഇത് കേട്ടല്ലോ എന്ന് ചോദിച്ചു. ഇത് നീ കേട്ടല്ലോ, ഞാൻ പേര് ഇപ്പൊ പറയുന്നില്ല, ഗുരു പേര് വിളിച്ചാണ് പറയുന്നത്, ഇത് കേട്ടല്ലോ പട്ടിയാവും, സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ പറഞ്ഞത് എന്റെ കണ്ണു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ പറഞ്ഞത് ഈ ജനനിയെ കുറിച്ച്, ഞാൻ നമുക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ. അതിനുശേഷം ഇതേപോലെ ഒരു ദിവസം ജനനി അവിടെ നിൽക്കുമ്പോൾ ഗുരു പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള ദർശനവശങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അതായത് നമ്മുടെ താല്പര്യങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ അതിനകത്ത് കലർത്തി കള്ളത്തരത്തിലൊക്കെ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് വലിയ അപകടമായി പോകും, ഇതുപോലെ ആവുമെന്ന് പറഞ്ഞ് ജനനിയെ കാണിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, ഒരു 10-60,000 ദർശനമെങ്കിലും ഇവള് കണ്ടു കാണും അല്ലേടി എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കും മുഖമൊക്കെ ഭയങ്കര ഭീകരമായ ഒരു രീതിയിൽ വന്നിട്ട് ഗുരുവിനെ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഒരു 10-40,000 ഒക്കെ കണ്ടു കാണുമെന്ന്. അത്രയ്ക്ക് നിസ്സാരമായിട്ട് ഗുരുവിനോട് ഇങ്ങനെ മറുപടി പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. പക്ഷെ എന്താ ഈ ജനനിക്ക് എന്താ ഇങ്ങനെ ഗുരുവിനോട് ഇങ്ങനെയോ പെരുമാറുന്നത് എന്ന് ഞാൻ അന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഒരു ദിവസം ഗുരുവിന്റെ മുറിയിൽ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഗുരുവിന് ആഹാരമൊക്കെ വിളമ്പുന്നതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. വരുമ്പോ ഗുരു പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞു. പക്ഷെ മാറുന്നില്ല. അത് ആ സ്ഥലത്ത് കല്ലൊരു പ്രതിമ നിന്ന് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഗുരു നീ ഇങ്ങോട്ട് മാറി നിൽക്കേ, അവരൊന്ന് കാണട്ടെ നിന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം കൊണ്ടാണ് ഗുരു വഴക്ക് പറയുന്നതിന്റെ ദേഷ്യമായിരിക്കും. പക്ഷെ ഒരു അടി അങ്ങോട്ട് നീങ്ങുന്നില്ല. അങ്ങനെ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ റൂമിലുണ്ടായിരുന്ന വേറൊരു ജെന്നിയുണ്ട്, നമ്മുടെ പഴയ ജെന്നിമാരിലൊരാൾ, എനിക്ക് തോന്നുന്നത് വിജയ ജെന്നിയാണ്. അപ്പൊ ഞാൻ വിജയന്റെ അടുത്ത് ചോദിച്ചു, ജെന്നി എന്താ ഗുരു പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത, നിങ്ങളാരും പറയാറില്ലേ ഇതിങ്ങനെ ചെയ്തുകൂടാ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോ ജെന്നി പറഞ്ഞു, അത് കുറെ നാളായിട്ട് ഇങ്ങനെയാണ് ആശയം, അതിങ്ങനെയാണ്, ഗുരു പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കില്ല, ഇങ്ങനെ തന്നെ നിൽക്കുമെന്ന്, അവിടെ മരം പോലെ ഇങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത്, അവര് പറഞ്ഞതാണെന്ന്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അതായത് ഈ പറഞ്ഞ 2 ജനനിമാരും ഒരു വലിയ ഈ കുഴൽ കിണർ പോലെയുള്ള ഒരു കിണറിനകത്ത് ഇരിക്കുന്നത് ഞാൻ സ്വപ്നം കാണും. ഈ പറഞ്ഞ ആദ്യത്തെ 2 ജനനിമാരും ഒരു കുഴൽ കിണർ, എനിക്ക് ശരിക്കും ഓർമ്മ, റിങ് പോലെ അങ്ങ് താഴെ പോയിട്ട് അങ്ങ് അടിയിൽ കിടക്കുകയാണ് അവര്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരവിടെ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നത് കണ്ടപ്പം ഞാൻ സ്വപ്നം കണ്ട് ഞാൻ പോലും അത് വിഷമിച്ചു. അപ്പൊ ഞാൻ അടുത്ത ദിവസം ഗുരുവിനെ കണ്ട് ഇത് കണ്ട കാര്യം നമ്മൾ ഗുരുവിനോട് പറയുമല്ലോ. പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പ ഇവര് ഇങ്ങനെ പെട്ടുപോയല്ലോ കിണറിന്റെ അകത്ത്, ഗുരു അവരെ രക്ഷിക്കൂലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, മോനെ അത് ആ തെറ്റ് അവർക്ക് സംഭവിച്ചെന്ന് അവര് മനസ്സിലാക്കണ്ടേ, അവർക്ക് ആ തെറ്റ് സ്വയം ബോധ്യപ്പെട്ടാലല്ലേ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ഗുരുവിന് പറ്റൂ എന്ന് എന്നോട് മറുപടി പറഞ്ഞതാണ് ഗുരു. ആ ജനനിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയോട്, കഴിഞ്ഞ ദിവസം, പെൺകുട്ടിയല്ല ഒരു സ്ത്രീ എന്ന് പറയാം, അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതെന്തോ പറഞ്ഞു കൊടുക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ അതിനെ വിളിച്ച് ഞാൻ ഇന്ന് പറയാൻ നോക്കിയതാണ്. അയ്യോ ഇങ്ങനെയുള്ള ഈ ജന്നി ഇങ്ങനത്തെയാണ്, നിങ്ങൾ പോയി സംസാരിക്കല്ലേ, സംസാരിച്ചവർ എല്ലാം ഇങ്ങനെ മാറ്റി മറിച്ചും ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം പുറത്ത് മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവരെത്രയോ നാളുകൊണ്ട് ക്ലാസ് എടുത്തിരിക്കുന്നു എന്ന് എനിക്ക് ഒരൊറ്റ ഇതിൽ മനസ്സിലായി. കാരണം എൻ്റെ അടുത്ത് അപ്പോഴേ പിരിയുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ് ചെയ്തത്. ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് 2-3 മിനിറ്റ് കാര്യങ്ങൾ പറയേണ്ടി വന്നു എനിക്ക്. അപ്പൊ ഇതുപോലെ ആശ്രമത്തിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം, ഇങ്ങനെ വരുന്ന പല ആൾക്കാരെയും വിളിച്ചു നിർത്തി ഇവർ സംസാരിക്കുകയും ഇതിനകത്ത് തന്നെ നിന്ന് ഈ ക്ഷുദ്ര പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഏതായാലും ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഇത് മനുഷ്യന്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നെഗറ്റീവ് ശക്തികളുടെ ഒരു ട്രാപ്പിലായി പോയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മനുഷ്യ മനസ്സിനെ അതിവർത്തിക്കാത്ത വ്യക്തികൾ, ബോധം തെളിയാത്ത വ്യക്തികൾ പറയുന്നത്, ഈ ചാനലിലൊക്കെ വരുന്നവർ ഇത് ഇങ്ങനെ സംസാരിക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള മെന്റാലിറ്റിയിൽ അടിമപ്പെട്ട് ഗുരു ഇതുപോലെ ഇത്രയും വിഷമിച്ച് മാറ്റി നിർത്തിയിരുന്ന വ്യക്തികൾ പറയുന്നതാണ് ഇതുപോലുള്ള ആൾക്കാർ കേൾക്കുന്നതും അതിനെ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എല്ലാവരുടെയും മനസ്സിൽ സംശയങ്ങൾ ഇങ്ങനെ വാരി വിതറി എല്ലാവരെയും നശിപ്പിക്കുന്ന ഒരു പ്രവണത. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ
ഈ വ്യക്തികൾക്കും ഈ സംസാരിക്കുന്നവർക്കും ഇന്നലെ വരെ എന്തോ ആകട്ടെ, കഴിഞ്ഞു പോയത് കഴിഞ്ഞു. ഞാനിപ്പോൾ പറയുമ്പോൾ എന്നോട് ദേഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യം തോന്നാതെ ഇന്നലെ വരെ എന്തോ സംഭവിച്ചു, ഇത് മനുഷ്യ മനസ്സിൻ്റെ ഒരു കുഴപ്പമാണ്, ഇതിന്ന് എങ്ങനെ മോചിക്കാം, ഈ മനുഷ്യൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെ മോചിക്കാം. ഇപ്പോൾ ഗുരുവിനോട് പോലും ദേഷ്യമുണ്ട്. കാര്യം അന്ന് ഗുരു ഇവരെ ഈ രീതിയിലൊക്കെ ഇവരോട് ശാസിക്കുകയും വഴക്ക് പറയുകയും ഇവരെ മനസ്സിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഗുരുവിനോട് പോലും ദേഷ്യമുണ്ട്. അത് പരസ്യമായിട്ട് നമ്മുടെ സർഫസ് മൈൻഡിൽ വരില്ല, അകത്ത് അൺകോൺഷ്യസ് ആയിട്ട് ദേഷ്യമുണ്ട്. അല്ലെങ്കിൽ ഗുരുവിനോട് ദേഷ്യമില്ലാത്തവരെ സംബന്ധിച്ച്, ഗുരുവിനോട് ദേഷ്യമില്ലാത്തവരെ കാണാൻ എനിക്ക് നിസ്സാരമായിട്ട് കഴിയും. കാരണം ശിഷ്യബോധയുടെ സ്നേഹം കാണും. കാരണം ഗുരു എന്ന് പറയുന്ന ആ പ്രകാശ സ്രോതസ്സായിട്ടുള്ള ആ പ്രകാശധാരയാണല്ലോ ഗുരു. ആ പ്രകാശധാരയുടെ ആ അതേ വൈബ്രേഷനുള്ള, അതേ ഫ്രീക്വൻസിയിലുള്ള, അതേ മാനസിക തലത്തിലുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ ഗുരുവിനോട് യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ഹൃദയത്തിന് അത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശിഷ്യപൂജിതയോട് ദേഷ്യം കാണിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ആരാണ് ഗുരുവിനോട് യഥാർത്ഥ സ്നേഹമുള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് ഈ മറ്റുള്ളവർക്ക് ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് അവരെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അവരിങ്ങനെ സ്നേഹത്തോട് ഗുരുവിന് വേണ്ടി, എൻ്റെ ഗുരുവിൻ്റെ സ്നേഹം, എൻ്റെ കാരുണ്യം, എൻ്റെ ഗുരുവിൻ്റെ ആ ത്യാഗം, കഷ്ടപ്പാടെന്നൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരെ പറയും. അത് പറയുമ്പോൾ ഞാൻ തമാശയായിട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമയുടെ രംഗം, മനുഷ്യ മനസ്സിൻ്റെ ഒരു രംഗം പറയുമ്പോൾ, ഇപ്പോൾ കല്യാണരാമൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഒരു രംഗമുണ്ട്. ഇപ്പോൾ ഈ ഇന്നസെൻ്റ് ഇങ്ങനെ ചോറിങ്ങനെ പല പ്രാവശ്യം വിളമ്പുമ്പോൾ ഒരുത്തം വേണ്ടാന്ന് പറയുന്നു. പെട്ടെന്ന് അയാൾ വേണമെന്ന് പറയുമ്പോൾ എന്നാൽ കുറച്ച് വിളമ്പുമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് പല പ്രാവശ്യം ചോദിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇയാൾ എന്ന് പറയും, എവിടെ നിൻ്റെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ പറയും, അയ്യോ അദ്ദേഹത്തിനോടൊന്നും പറയരുത്, അത് ചെറുക്കൻ്റെ വീട്ടിലെ ആൾക്കാരാണ്, ഒന്നും പറയരുതെന്ന് മറ്റൊരാൾ പറയുമ്പോൾ ഇന്നസെൻ്റ് ഉടനെ തന്നെ മനസ്സ് മാറ്റിയിട്ട്, അവൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടുത്ത വീട്ടിലല്ലേ ഞാൻ താമസിക്കുന്നത്, എന്നിട്ടും അവൻ എന്തിനെന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നസെൻ്റ് ഒരു കരച്ചിൽ പോലെ ഒരു അഭിനയം അങ്ങ് നടത്തും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും, നമ്മളറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അൺകോൺഷ്യസ് തലങ്ങളിൽ പല വൈരാഗ്യങ്ങളും സ്പർദ്ധയും പകയും ദേഷ്യവും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഗുരുവിൻ്റെ സ്നേഹം എന്നോട് ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ, ഇത് ത്യാഗമല്ലേ, കഷ്ടപ്പാടല്ലേ, ഇത് നമ്മൾ അറിയുന്നില്ല. നമ്മളിങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളിലെ പകയും വിദ്വേഷവും എല്ലാം നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന നമ്മൾ അറിയുന്നില്ല. ആരും ഇത് ആരുടെയും കുറ്റമല്ല. അൺകോൺഷ്യസ് ആയിട്ടുള്ള മനസ്സിനെ ഉണർത്താതെ ഒരിക്കലും മനുഷ്യൻ മോചനപ്പെടുന്നില്ല. ഇതൊക്കെ ആധ്യാത്മികമായിട്ട് ഗഹനമായിട്ടുള്ള ചിന്തകന്മാരും വളരെയധികം എൻലൈറ്റഡ് ആയിട്ടുള്ള മിസ്റ്റിക്കുകളൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പരമ്പരയിലുള്ളവർ അധികം ഇത്തരം ചർച്ചകളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം മനസ്സിൻ്റെ ഈ കള്ളത്തരങ്ങളെക്കുറിച്ച് അറിയില്ല. അപ്പം ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ജന്യമാരെ കുറിച്ചും ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ്, അവർക്ക് സമാധി സ്വഭാവത്തിലുള്ള അനുഭവം വരെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഈ സമാധി സ്വഭാവത്തിലുള്ള അനുഭവം വരെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒരു മനസ്സിന് ക്ലാരിറ്റി വരുന്നില്ല? അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഗുരു, മഹാഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ വരുമ്പോൾ സമാധി, അതായത് മനസ്സ് ഒടുങ്ങുമ്പോൾ ഉള്ള അവസ്ഥ വരെ കിട്ടും ആ സമാധി സ്വഭാവത്തിലുള്ള. പക്ഷേ ഈ മനസ്സിൻ്റെ ഈ സംസ്കാരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഈ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഈ സമാധിയൊക്കെ അങ്ങ് പോകും. സമാധിയിൽ ജീവൻ്റെ ആനന്ദം മനസ്സിലാക്കി ജീവൻ്റെ സാക്ഷാത്കാര സ്വഭാവത്തിൽ ഇത് പരിണമിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയാലും ഈ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതെല്ലാം മറന്നുപോകും. പിന്നീട് ഈ മായാസ്വരൂപത്തിലുള്ള ഈ മനസ്സിൻ്റെ സംസ്കാരത്തിൽ പെട്ടുപോകും. അപ്പോൾ അങ്ങനെയാണ് ഇവരെല്ലാം ഈ സംശയങ്ങളും ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സമാധി സ്വഭാവത്തിലുള്ള അനുഭവം വന്ന് യഥാർത്ഥത്തിൽ ജീവൻ്റെ ഒരു പ്രകൃതം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ ഇപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് പോലും മറ്റൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റില്ല. അതെന്താന്ന് വെച്ചാൽ, ഈ ഞാനിപ്പോൾ ഇത്രയും ഗഹനമായ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ ഒരു ജീവ സ്വഭാവത്തിൽ, ജീവൻ്റെ ബോധ തലത്തിൽ മനുഷ്യന് ഉണർന്നിട്ടില്ല. മനുഷ്യൻ ഈ മനസ്സിൻ്റെ തലത്തിലാണ് ഉണർന്നിട്ടുള്ളത്. അപ്പം മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലത്തിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ദൈവം എവിടെ, ദൈവം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ ഈ ദൈവത്തെ മനുഷ്യന് എന്തൊക്കെ രീതിയിൽ മനസ്സിൻ്റെ തലത്തിൽ ഉണർന്നിരിക്കുന്നവർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാം, പറയാം, നമുക്കിങ്ങനെ പല വിശ്വാസങ്ങളൊക്കെ പറയാമെങ്കിലും ഇപ്പോൾ യുക്തിവാദികളും മറ്റുള്ളവരൊക്കെ എപ്പോഴും വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? സംസാരിക്കുമ്പോൾ. കാര്യം നമുക്കിങ്ങനെ പറയാമെന്നല്ല, യഥാർത്ഥ ഒരു വശം ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെ പിന്നെ അറിയും? ഇതെങ്ങനെ ഈ ദൈവികത എന്നൊക്കെ പറയുന്ന ഈ ഒരു വശം എങ്ങനെ അറിയും? അപ്പോൾ ഇത് ജീവബോധത്തിലേക്ക് വന്നാൽ മാത്രമേ ഇത് അറിയാൻ പറ്റൂ. അപ്പോൾ ഈ ജീവബോധത്തിലേക്ക് ഉണരണമെങ്കിൽ മനസ്സിൻ്റെ തലത്തിൽ നിശബ്ദമാകണം മനസ്സ്. അപ്പം അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ഇതിനെക്കുറിച്ച് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കണം.
ഇപ്പോൾ രമണ മഹർഷിയുടെ ഇപ്പോൾ ജീവൻ മുക്തൻ എന്ന് പറയുന്ന ആരാണ്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ച്, മനസ്സുകൊണ്ട് മരിച്ച്, സംസ്കാരങ്ങളും എല്ലാം മരിച്ച് ജീവബോധത്തിൽ ഉണർന്നു നിൽക്കുന്നവനാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രമണ മഹർഷിക്ക് എങ്ങനെയാണ് ഈ അനുഭവം ഉണ്ടായത്? രമണ മഹർഷി 17-ാമത്തെ വയസ്സിൽ ഇതുപോലെ ഒരു മരണാനുഭവം, അതായത് ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹം മരിക്കുന്നതായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ സകല മനസ്സും വാസനകളും സംസ്കാരങ്ങളും എല്ലാം നിശബ്ദമായി മരിക്കുമ്പോൾ ആത്മാവ് ജീവതലത്തിൽ ഉണർന്ന ആത്മാവിൻ്റെ ആനന്ദവും അങ്ങനെ ആ ദൈവികമായിട്ടുള്ള ഒരു തലത്തെ ആദ്യമായിട്ട് അദ്ദേഹം അനുഭവിക്കുകയാണ്. അതായത് ജീവൻ്റെ തലത്തിൽ ഉണർന്നവർക്ക് മാത്രമേ ജീവന് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ, ദൈവത്തെ അറിയാൻ പറ്റൂ. അല്ലാതെ ജീവബോധത്തിന് മാത്രമേ, അത് മനുഷ്യൻ്റെ മനസ്സിന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് നിന്നുകൊണ്ടുള്ളത് പ്രാർത്ഥനകളും പ്രകടനങ്ങളും ആത്മീയതയുടെ പല പല പ്രഭാഷണങ്ങളും നമ്മളിങ്ങനെ പലതും നടത്താറുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഭാവനാ തലത്തിൽ മനുഷ്യൻ്റെ ഒരു വിശ്വാസങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ചിലർ പറ്റിക്കാൻ, മെജോറിറ്റി ആയിട്ടുള്ള പ്രഭാഷണങ്ങളും പറ്റിപ്പാണ്. ആധ്യാത്മികമായിട്ട് ഈ ലോകത്തിൽ നടത്തുന്ന എല്ലാം പറ്റിപ്പാണ്. ജീവബോധത്തിൽ ഉണർന്നവർക്ക് മാത്രമേ ഈ പറഞ്ഞ യഥാർത്ഥമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ഒരു കാഴ്ച കിട്ടൂ. അല്ലാത്തവരെ സംബന്ധിച്ച് അത് ഒരിക്കലും കിട്ടില്ല. ജീവനാണിത് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഈ സാധാരണ മനുഷ്യർക്ക് എന്താണ് വഴി ഈ ദൈവികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്താൻ? അതായത് മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനുഷ്യൻ്റെ മനസ്സ് ഈ ജീവബോധത്തിലേക്ക്, മനുഷ്യൻ്റെ മനസ്സങ്ങ് ചുരുങ്ങി ജീവബോധത്തിലേക്ക് ഒരു നിമിഷം വരികയും ആ നിമിഷം ഇവൻ്റെ ഈ സംസ്കാരങ്ങളിൽ നിന്നെല്ലാം ഫ്രീ ആയിരിക്കുന്ന സമയം ജീവബോധത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ജീവൻ തിരിച്ച് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ദൈവികമായിട്ടുള്ള തലത്തിലേക്ക് വരുന്നത്. എന്നാൽ മുകളിലേക്ക് പോകാൻ കഴിയാതെ പുണ്യമോ പാപമോ ആയിട്ട് സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജീവൻ വീണ്ടും അടുത്ത ഒരു ശരീരം സൃഷ്ടിക്കും. സൂക്ഷ്മതലത്തിൽ അല്ലെങ്കിൽ സ്ഥൂലമായ തലത്തിൽ ഈ ജീവൻ അടുത്ത ഈ സംസ്കാരങ്ങൾ ഇരുന്നുകൊണ്ട് മരിച്ചാൽ ഈ ജീവൻ അടുത്ത ഒരു ശരീരം സൃഷ്ടിക്കുകയും വീണ്ടും മായയിൽപ്പെട്ടു. പിന്നെയും അവന് ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നല്ല രീതിയിൽ ഒരു ഗുരുമാർഗത്തിൽ വിശ്വസിച്ച് ഗുരുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ചാൽ അവസാനം ആരും കൂടെ വരാനില്ലാത്തപ്പോൾ ആ ഗുരു വന്ന് ഈ ജീവനെ പിടിച്ച് അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകണം. അത് ഗുരുവിനെ പിടിച്ച് നിൽക്കുന്നവർക്കേ അത് പറ്റൂ. അപ്പം ഈ ജീവബോധത്തിൽ വന്നാൽ മാത്രമേ ഈ ദൈവികമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാത്തവരെ സംബന്ധിച്ച് മനസ്സിൻ്റെ തലത്തിൽ ഒരിക്കലും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിൻ്റെ തലത്തിൽ പറയുന്ന ഈ ആത്മീയത എല്ലാം കള്ളത്തരം, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഭയങ്കര സ്നേഹമൊന്നും കരുണയെന്നും കൺഫ്യൂഷനായിട്ടൊക്കെ ഇങ്ങനെ പലതും പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺഫ്യൂഷൻ്റെ തലത്തിൽ ഈ മനുഷ്യൻ ഉന്നയിക്കുന്ന ഈ സംശയങ്ങളും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ ഒരു പരിധി വരെ ഇങ്ങനെ നമുക്ക് പറഞ്ഞ് സൊല്യൂഷനൊക്കെ പറയാവുന്നേ ഉള്ളൂ. അടുത്ത തലത്തിൽ ഇതെല്ലാം കളഞ്ഞു പോകണമെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവബോധത്തിലേക്ക് ഉണരണം. അപ്പോൾ അവന് ഈ ആനന്ദവും സന്തോഷവും ആ ജീവൻ്റെ സുഹൃതവും അറിയാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു തലത്തിലേക്ക് ഉണർത്താൻ സാധാരണ മനുഷ്യരെ ജീവിച്ചിരിക്കുന്ന സമയത്തേക്ക് ഉണർത്താൻ ശ്രമിച്ചാൽ അവർ താല്പര്യപ്പെടില്ല. അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു നിമിഷം ദൈവമേ എന്ന് വിളിച്ച് സറണ്ടർ ആവുകയാണെങ്കിൽ ചിലർക്കൊരു ഗ്ലിംസ് ആയിട്ട് ആ ജീവബോധത്തിൽ ചെന്ന് ഈ ഒരു സത്യത്തിൻ്റെ വശം സറണ്ടർ ആകുമ്പോൾ, മനസ്സ് കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് സറണ്ടർ ആകുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ജീവൻ്റെ ഗ്ലിംസ് കിട്ടുകയും അങ്ങനെ കിട്ടിയവർ തിരിച്ചു വരുമ്പോൾ അവർ പിന്നെ വ്യത്യസ്തനായ ഒരു മനുഷ്യരായിരിക്കും. അവർ പിന്നെ ഈ പറയുന്ന സംശയങ്ങളൊന്നും മനസ്സിൻ്റെ എടുക്കില്ല. കാര്യം അവർക്കറിയാം ഇത് മറ്റൊരു തലമാണ്, മറ്റൊരു ഡയമെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ മനസ്സിലാക്കാത്ത ആൾക്കാരാണ് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു, ഇവർ സമാധി സ്വഭാവത്തിൽ ഇങ്ങനെ അഥവാ ജീവബോധത്തിൽ ഉണർന്ന് മനസ്സിൽ നിന്ന് അവർ മോചനം നേടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സംസ്കാര സ്വഭാവത്തിൽ അത് പൂർത്തിയാവാത്തതുകൊണ്ടാണ്. ഒരു ഗുരുവിൻ്റെ സന്നിധി സാമീപ്യം കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ സംസ്കാര സ്വഭാവത്തിൽ അവർ മനസ്സിൻ്റെ തലത്തിലേക്ക് താന്നുപോയി. അല്ലാത്ത പക്ഷം എങ്ങനെയാണ് ഇപ്പോൾ ശിഷ്യഭൂതയെ കാണുമ്പോൾ, കാരണം ഒരു ജീവബോധത്തിലെത്തുമ്പോൾ ആദ്യമായിട്ട് മനുഷ്യൻ ഒരു ജീവബോധത്തിലേക്ക് ഉണരുമ്പോഴാണ് ഒരു രഹസ്യം ഇരിക്കുന്നത്. കാര്യം ജീവൻ്റെ തലത്തിൽ എല്ലാം ഒന്നായിട്ട്, അതായത് പരമാത്മാവിൽ ഈ ജീവാത്മാക്കളെല്ലാം ഒന്നായിട്ട് അത് ഒരു സത്യത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാവുകയും, അപ്പം ഈ ശിഷ്യഭൂത എന്ന് പറയുന്നിരിക്കുന്ന ആ സത്യം എന്താണ്, ഞാൻ എന്താണ്, മറ്റൊരാൾ എന്താണ്. അപ്പം ഈ ജീവൻ അങ്ങനെ ഒരു കാഴ്ച ലഭിക്കുമ്പോഴാണ് അസൂയ, കുശുമ്പ്, ദേഷ്യം, പക, സ്പർദ്ധ ഇതെല്ലാം പോകുന്നത്. ഈ ജീവൻ്റെ തലത്തിലേക്ക് ഉണർന്നൊരു കാഴ്ച അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ അസൂയയില്ല, കുശുമ്പില്ല, ദേഷ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. അഹന്തയുടെ ഒരു കള്ളത്തരമാണ്. അതാണ് ഞാൻ പറയുന്നത്, അഹന്തയുടെ ആത്മീയമായ സാത്വികമായിട്ടുള്ള ഭാവങ്ങളെല്ലാം കള്ളത്തരമാണ്. ജീവൻ്റെ ബോധത്തിലേക്ക് ഉണർന്ന് ആ തലത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ കാണുകയാണ് എല്ലാം ഒന്നാണെന്നും ആരും വലുതും ചെറുതും അല്ലെന്നും എല്ലാവർക്കും ഈ നന്മയുണ്ടെന്നും ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ആ സമഭാവന വന്നിട്ടാണ് ഈ അസൂയ പോകുന്നത്. ദേഷ്യം, പക, വിദ്വേഷം ഇതെല്ലാം ആ ഒരു തലത്തിൽ വരുമ്പോൾ മനുഷ്യൻ നാച്ചുറലി പോവുകയാണ്.
അല്ലാതെ ഇത് മനുഷ്യൻ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സാധന ചെയ്തൊന്നും ഉണ്ടാക്കി അനുഭവിച്ചെടുക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ പറയുന്നത് ഈ കള്ളത്തരവും അഭിനയങ്ങളും എല്ലാം മാറ്റി ഗുരുക്കന്മാർ ബോധത്തോടെ ഉണർത്താൻ പരിശ്രമിക്കുന്നത്. ബോധത്തോടെ ഈ ഓരോ വ്യക്തികളെയും ബോധത്തോടെ ഉണർത്തി ഈ ഒരു തലത്തിലേക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള ബാരിയർ മാറ്റി ഉണർത്തിയെടുക്കാൻ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും എന്തെങ്കിലും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ആധ്യാത്മിക പരിണാമത്തിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങളാണെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ പരാതി പറയണം. അപ്പോൾ ഇത്തരത്തിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത വ്യക്തികൾ ഇങ്ങനെ ശിഷ്യഗുരുതയെക്കുറിച്ച് പരാതി പറയണം. അവരുടെ അസൂയ കൊണ്ട്, അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോടുള്ള അസൂയ കൊണ്ട്, ദേഷ്യം കൊണ്ട്, പക കൊണ്ട്, അവർക്ക് സംഭവിച്ച തെറ്റിനെ ആ ഇമേജ് ക്ലിയർ ആക്കാൻ ഇനിയും അവർ ആ ഇമേജിനെ പിടിക്കാൻ പാടില്ല. അതാണ് സംസ്കാരം. ഈ ജീവനെ ബന്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ഈ ഞാൻ ഭാവം. ഈ ഇമേജിനെ നമ്മൾ പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം ഈ ജീവനെ എന്തിന് പരിപോഷിപ്പിക്കണം? ജീവൻ്റെ ആ സ്നേഹമായിട്ടുള്ള ഒരു പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ലേ നമ്മുടെ ലൈഫ് ഡിസ്ഹാർമണിയായി പോകും. നമ്മുടെ ലൈഫ് ആകെ കുളമാവും. ഈ ജീവൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം വരണമെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അതാണ് നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ ശരീരത്തിന് ആഹാരം കൊടുക്കുന്നു, നമ്മുടെ പ്രാണന് നമ്മൾ ബ്രീതിങ്ങിലൂടെ പ്രാണൻ എനർജി കിട്ടുന്നു, നമ്മുടെ പ്രാണശരീരത്തിന്, നമ്മുടെ മനസ്സിന് നമ്മൾ സ്നേഹത്തോടെ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, ബുദ്ധികൾ, അറിവുകൾ, ഇതെല്ലാം മനസ്സിനെ പല രീതി പരിപോഷിക്കുമ്പോൾ നമ്മുടെ ജീവനെ ആ സ്നേഹത്തിനും ഭക്തിയും ഇതെല്ലാമാണ് ജീവന് ഊർജം കൊടുക്കുന്നത്. അപ്പോൾ ആ ജീവന് ഊർജം കൊടുക്കാൻ, ജീവനെ ഹാർമോണിയസ് ആയിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, എങ്ങനെ ക്ഷമിക്കണം, സഹിക്കണം. അപ്പം ഇതൊന്നും വരാതെ വരുമ്പോഴാണ്, ജീവൻ നമ്മളോടൊപ്പം സഹകരിക്കാതെ വരുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലം, സംശയം, പരാതി, പ്രോബ്ലം, അങ്ങനെ നമ്മളെല്ലാം തെറ്റിക്കുകയാണ്. ജീവൻ സഹകരിക്കാത്ത വ്യക്തികളാണ് ഈ പറയുന്ന എല്ലാ തെറ്റായിട്ടുള്ള, റോങ് ആയിട്ടുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ജീവബോധത്തിലേക്ക് ഉണർന്ന ഒരു വ്യക്തികൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ശിഷ്യഭൂതയുടെ നന്മ ആ ജീവബോധത്തിലിരിക്കുമ്പോൾ കാണാൻ പറ്റും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ കൊച്ചിലെ അറിഞ്ഞൂടാത്ത പ്രായത്തിലാണ് ഞാനിങ്ങനെ സൂര്യനെ നോക്കും. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ സൂര്യനെ ഇങ്ങനെ നോക്കും. അത് ഒരിക്കലും നോക്കാൻ പാടില്ല. അപ്പോൾ അമ്മയൊക്കെ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നക്ഷത്രങ്ങളും ചന്ദ്രനെയൊക്കെ നിരീക്ഷിക്കുന്ന പോലെ സൂര്യനെ നോക്കും. അപ്പോൾ സൂര്യനെ ഉച്ചയ്ക്ക് നോക്കുന്ന സമയത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പം നോക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കും നമുക്കെന്തോ പരാജയം പറ്റുന്ന പോലെയാണ് കൊച്ചു പ്രായത്തിൽ തോന്നിയത്. നമ്മളപ്പോൾ വാശിക്ക് നോക്കി, കണ്ണൊക്കെ വെള്ളം വരുന്നെങ്കിലും നോക്കി ആ ബിംബം, ഉച്ചയ്ക്കുള്ള ബിംബത്തിനെ ഞാൻ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ നമുക്കൊരു വിജയം പോലെ. അപ്പോൾ അത് അമ്മയോട് വളരെ സന്തോഷത്തോടെ വന്ന് പറഞ്ഞ് സൂര്യനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ വളരെ പേടിച്ച് വിഷമിച്ച് പറഞ്ഞു, അയ്യോ കണ്ണ് അടിച്ചു പോകും, അങ്ങനെ നോക്കിക്കൂടാന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ കണ്ണൊന്നും അടിച്ചു പോയില്ല. ഭാഗ്യത്തിന് ദൈവകാരുണ്യം കൊണ്ട് അടിച്ചു പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ യോഗിക് പ്രാക്ടീസിൽ ഇങ്ങനെ ഒരു മെത്തേഡുണ്ട്. അതായത് ത്രാടകം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നമ്മൾ ദീപത്തിലൊക്കെ നോക്കി അഗ്നിയിൽ നോക്കി, അവസാനം ലൈറ്റായിട്ടുള്ള സൂര്യനെ നോക്കി, ഉച്ചയ്ക്കുള്ള സൂര്യനെ നോക്കുമ്പോൾ അതാണ് പൂർണ്ണമായിട്ടുള്ള കാഴ്ച. അത് വളരെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ ബ്ലൈൻഡായി പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ട്. എന്തുകൊണ്ടോ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്ത് സൂര്യനെ നോക്കുന്ന ഒരു രീതിയിലേക്ക് ചെറുപ്പത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ഗുരുവിൻ്റെ ഈ പ്രകാശം നമ്മുടെ അന്തർനേത്രം കൊണ്ട് കാണുമ്പോൾ ഈ സൂര്യനെ നമുക്ക് സഹിക്കാം. പക്ഷേ ഗുരുവിൻ്റെ ആ കോടി സൂര്യന്മാരുടെ പ്രഭയുള്ള, എന്നാൽ ചൂടില്ലാത്ത ആ പ്രകാശം നമുക്ക് താങ്ങാൻ പോലും കഴിയാത്ത പ്രകാശമാണ്. അതാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിൻ്റെ ആ സൂക്ഷ്മ രൂപം, ഗുരു എന്ന് പറയുന്ന ആ പ്രകാശമാണ് നമ്മളെ എനർജി സ്വഭാവത്തിൽ നമ്മളെ ഫ്രീ ആക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരാളിങ്ങനെ കളിയാക്കുന്നു. എല്ലാം സൂക്ഷ്മ തലത്തിലെ വൈബ്രേഷനാണ്. മനസ്സ് ഒരു വൈബ്രേഷനാണ്, ഒരു ഫ്രീക്വൻസിയാണ്. സ്നേഹം ഒരു ഫ്രീക്വൻസിയാണ്. കാമം, ക്രോധം, ലോഭം, ഇങ്ങനെ പലതരത്തിലുള്ള ഫ്രീക്വൻസിയാണ്. ഈവൻ നമ്മുടെ ശരീര മനസ്സുകളായിട്ട് നമ്മൾ കാണുന്ന പോലെ അറ്റോമിക് തലത്തിൽ വൈബ്രേഷനാണ്. ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. പ്രകാശം വൈബ്രേഷനാണ്. പ്രകാശം ഇങ്ങനെ തരംഗ സ്വഭാവത്തിലും പാർട്ടിക്കിൾ സ്വഭാവത്തിലും കാണുന്നു എന്നൊക്കെ സയന്റിസ്റ്റുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു ഫ്രീക്വൻസിയാണ്. ഈ എക്സിസ്റ്റൻസിലുള്ള സകലതും ഫ്രീക്വൻസിയാണ്. നമ്മുടെ സെൻസസുകളുടെ ഒരു മൈൻഡിൻ്റെയും പ്രവർത്തനം കൊണ്ടാണ് നമുക്കത് വിവിധ ഷേപ്പുകളിലും വിവിധ രീതിയിലുമൊക്കെ നമുക്ക് പെർസീവബിൾ ആകുന്നത്. യഥാർത്ഥത്തിൽ എവ്രിതിങ് ഈസ് ഫ്രീക്വൻസിയാണ്, വിവിധ തലത്തിലുള്ള ഫ്രീക്വൻസിയാണ്. അപ്പം ഓരോ സൂക്ഷ്മ തലത്തിലും ചെല്ലുമ്പോൾ പ്രകാശങ്ങളും ഈ എല്ലാം ഫ്രീക്വൻസി ആയിട്ടിരിക്കുന്ന നമ്മുടെ ഈ മൈൻഡിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള തലങ്ങളെ നമ്മൾ കടന്നു പോകുമ്പോൾ
ഇപ്പോൾ ഈ രൂപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഫോർത്ത് ഡയമെൻഷൻ തൊട്ടുള്ള എൻറ്റിറ്റികൾക്ക്, മാനസിക എൻറ്റിറ്റികളാണ്, ഫോർത്ത് ഡയമെൻഷൻ തൊട്ടുള്ള എൻറ്റിറ്റികൾക്ക് ഏത് രൂപത്തിലും വരാമെന്നാണ്. അവർക്ക് രൂപമില്ല. ഈ കാണുന്ന ആളിൻ്റെ ഭാവനയ്ക്കും അയാളുടെ വിഷൻ്റെ അനുസരിച്ചായിരിക്കും അവരുടെ രൂപങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ രൂപത്തിൽ പോലും ഈ ഫോർത്ത് ഡയമെൻഷൻ തൊട്ട് സെവൻത്ത് ഡയമെൻഷൻ വരെയുള്ള പല ശക്തികൾക്കും ഗുരുവിൻ്റെ രൂപത്തിൽ വന്ന് ദർശനം തരാൻ വരെ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിനല്ല പ്രാധാന്യം, ഈ ഒരു പ്രകാശത്തിനാണ്. ഈ അവസാനം അങ്ങോട്ടും ഉയർന്നു പോകുമ്പോൾ ഈ പ്രകാശത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഈ പ്രകാശ രൂപത്തിലുള്ള ഈ ഗുരുവിൻ്റെ ആ പ്രകാശം ഇത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ആ പ്രകാശമാണ് നമ്മുടെ മെൻ്റൽ തലങ്ങളിലേക്കൊക്കെ വന്ന് നമ്മളെ പ്യൂരിഫൈഡ് ആക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവേണ്ടി ശിഷ്യപൂജിതയെ നോക്കുമ്പോഴും ഇതേ പ്രകാശ രൂപമാണ്. അതായത് ഗുരു നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു പ്രകാശ സ്വരൂപം. ഇപ്പോൾ ശിഷ്യപൂജിത എന്ന് പറയുന്ന ശരീര മനസ്സുകളായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെക്കുറിച്ചല്ല നമ്മൾ ഗുരു എന്ന് പറയുന്നത്. ആ ശിഷ്യപൂജിതയോടൊപ്പം ഉള്ള സൂക്ഷ്മത്തിൻ്റെ കണ്ണുകളിൽ നമ്മൾ നോക്കിയാലുള്ള ആ പ്രകാശ സ്വരൂപം, ഈ പ്രകാശ സ്വരൂപമാണ് നമുക്ക് ഗുരുദർശനം തരുന്നതും നമ്മുടെ കർമ്മഗതികളെ ഇളക്കുന്നതും നമുക്ക് എല്ലാ ഐശ്വര്യങ്ങൾക്കും എല്ലാ നന്മയ്ക്കും പാത്രീഭൂതരാകാൻ നമ്മളെ സഹായിക്കുന്ന ആ ദൈവത്തിൻ്റെ മഹിമ. അപ്പോൾ അതിനെ നമുക്ക് കാണാൻ കഴിയാത്ത ഈ സംസ്കാരജന്യമായ വാസനാ സ്വഭാവത്തിൽ സംശയിച്ചും ഇങ്ങനെ പല രീതിയിലൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ഇതുപോലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. ഇപ്പോൾ അഖണ്ഡനാമത്തെക്കുറിച്ച് അവരിങ്ങനെ പറയുന്നു, അവരെന്തൊക്കെയോ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. അഖണ്ഡനാമത്തിനെ ഗുരു അനുവദിച്ചതിനെ സാധൂകരിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ ദർശനത്തിനെ അനുവദിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ന്യായീകരിക്കുന്നു. പക്ഷേ ഒരു ഗുരുവിന്, അതായത് പരമ്പരയ്ക്ക് ഇനി കൊടുക്കുന്ന ഈ അഖണ്ഡനാമത്തെക്കുറിച്ച് പോലും ഗുരുവിന് തീരുമാനമില്ല എന്നാണ് അവർ പറയുന്നത്. അതിനെക്കുറിച്ച് പോലും ഉൾക്കാഴ്ചയില്ല. ഭാവി തലമുറയിലേക്ക് ഗുരു കൊടുക്കുകയാണ്. അപ്പോൾ ഈ അഖണ്ഡനാമത്തെക്കുറിച്ച് ഗുരു നേരിട്ട്, മറ്റേ ആദ്യകാലത്ത് ഗുരു അത് ഗുരുവിൻ്റെ പേരുള്ളതുകൊണ്ട് അനുവദിച്ചില്ല. എന്നാൽ ഗുരുവിൻ്റെ ഈ അവസ്ഥാ പൂർത്തീകരണം കഴിഞ്ഞ് ഗുരുവിന് ഇത് ദൈവത്തിൻ്റെ നാമമാണ്, ഈ നാമം ജപിക്കുന്നതുകൊണ്ട് നാമജപം, ഇത് മന്ത്രമല്ല, നാമജപം എന്നുള്ളതാണ്. മന്ത്രമായിട്ട് ഉപയോഗിക്കാം, പക്ഷേ ഇത് നാമജപം കൊണ്ടുള്ള ആ ധന്യതയിലേക്ക് പോകുന്ന ആ അഖണ്ഡനാമം മനുഷ്യൻ്റെ ഒരു രക്ഷാമാർഗമാണെന്ന് ബോധ്യമുള്ള ഗുരു തെറ്റായ ഒരു കാര്യം പറയുമോ? എന്ത് ന്യായമോ പറയട്ടെ, എന്ത് കാര്യമാവട്ടെ, അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഗുരു തെറ്റായ ഒരു കാര്യം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഗുരുവിനെ അപമാനിക്കുകയാണ്, ഗുരുവിനെ തന്നെ അപമാനിക്കുകയാണ്. അപ്പോൾ അതിൽ ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്നു, നമ്മൾ മനസ്സുകൊണ്ട് പല ഭാവനയും ചെയ്യുമ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഞാൻ പോലും ഇപ്പോൾ ചില സമയത്ത് ഒരു മന്ത്ര സ്വഭാവത്തിൽ ധ്യാനത്തിനൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഒറ്റ വരിയെ ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ ഒരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ നാമജപമായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഗുരുവിൻ്റെ നാമത്തിനാണ് പ്രസക്തി, നാമജപത്തിൽ ഭഗവാന്റെ നാമത്തിനാണ് പ്രസക്തി. ആ നാമത്തിലൂടെയാണ് നമ്മൾ ആ സ്വരൂപത്തിലേക്ക് അണയുന്നത്. അപ്പം ഈ നാമം ശ്രദ്ധിച്ച് ജപിക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഈ മാനസിക തലത്തിൽ ഇരുന്നു കൊണ്ട് കൊടുക്കുന്ന ഭാവനകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. അതൊന്നും നമ്മളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് എത്തിക്കുന്നില്ല. ജീവബോധത്തിലെ ഉണർച്ചയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധയോടെ ഈ കൗണ്ടെല്ലാം ചെയ്തുകൊണ്ട് ജപിക്കുമ്പോൾ അതൊരു ധ്യാനമായി മാറുകയാണ്. മനസ്സിൻ്റെ ഭാവനകളോ മനസ്സിൻ്റെ സംസ്കാരങ്ങളോ മനസ്സിൻ്റെ ഈ ഉറക്കം തൂങ്ങി നമുക്ക് ജപിക്കാം. ഏത് ഉറക്കത്തിലും ഇങ്ങനെ ഒരു ബോധമില്ലാതെ മനുഷ്യർക്ക് ജപിക്കാം. പക്ഷേ ഇത് മൂന്നും, ഈ ലൈനും എണ്ണവും എല്ലാം കറക്റ്റായിട്ട് ജപിക്കണമെങ്കിൽ അയാൾക്ക് അത്രമാത്രം ശ്രദ്ധ വേണം. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച്, ശ്രദ്ധ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ അംശമാണ്, ജീവൻ്റെ സ്വഭാവമാണ് നമ്മുടെ ശ്രദ്ധയായിട്ടുള്ള അവയർനെസ്. അപ്പം നമ്മൾ ഈ മായാസ്വരൂപത്തിൽ മനസ്സിൽ മുങ്ങിത്താന്ന് ഈ പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാണ്. അപ്പോൾ അതിൽ നിന്ന് ഉണരാൻ ഈ അഖണ്ഡനാമം ജപിക്കുന്നത് നമ്മളെ ഉണർച്ചയിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ആ കൗണ്ടുകൾ പോലും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ അത് മെഡിറ്റേഷനായി മാറുകയാണ്, നാമജപം. അങ്ങനെ ആ നാമം ശ്രദ്ധിച്ച് ജപിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാനും ആ ഒരേ സമയം ഗുരുവിൻ്റെ നാമം കൊണ്ട് നമുക്ക് ഭക്തിയിലേക്ക് പോകാനും ആ ഗുരുവിൻ്റെ സ്വരൂപത്തിലേക്ക് പോകാനും ശ്രദ്ധ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. അല്ലാതെ നമ്മുടെ ഭാവനകളൊന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല, നമ്മുടെ ശ്രദ്ധയാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്, നമ്മളെ ഉണർത്താൻ പോകണം. ഈ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഉണർത്താൻ പോകുന്ന ശ്രദ്ധയാണ്. അപ്പോൾ ആ ശ്രദ്ധ ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു നാമജപത്തിൻ്റെ, മറ്റ് സാധാരണ നാമജപങ്ങളെക്കാൾ ഉപരി ഇവിടെ ശ്രദ്ധ എന്ന ധ്യാനം കൂടി ഉൾപ്പെടുന്ന ഒരു നാമജപം സ്വഭാവത്തിലേക്ക് അത് നമ്മളെ വഴിതെളിക്കുന്നതാണ്. നമ്മുടെ അഖണ്ഡനാമത്തിലെ 3-ാമത്തെ വരിയെക്കുറിച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിൽ ഗുരു തന്നെ എനിക്ക് ആ വരിയുടെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, എറണാകുളം ആശ്രമത്തിന്റെ കാര്യദർശിയായിരുന്ന സത്യപ്രകാശ സ്വാമിയെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ സ്വാമിക്ക് ഇതുപോലെ തെറ്റിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സ്വാമി എറണാകുളത്ത് വെച്ചിട്ട് സ്വാമിയുടെ കുറെ ഭക്തന്മാരായിട്ട് കുറച്ച് പേരും ഉണ്ടായി. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞത്, അപ്പൊ ഇന്നിപ്പോ ഇവരുടെ കൂടെ ഉണ്ട് കേട്ടോ, ആ ഒരു സ്ത്രീ.
അപ്പൊ അവര് പറയാണ് അതീവ സത്യപ്രകാശായ നമ എന്ന് വന്നത് പോലും ഈ സ്വാമിയുടെ പേരാണ് ഈ ഇതിനകത്ത് വന്നത്. അപ്പം അങ്ങനെ വരെയാണ് അന്ന് അവർ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ ഒരു തമാശ എന്നല്ലാതെ എന്ത് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കിത് കേട്ടപ്പോ തോന്നി ഇത് എന്താ ഈ പറയുന്നത്. അങ്ങനെ ഞാൻ ഗുരുവിന്റെ അടുത്ത് വന്നപ്പോ അപ്പൊ ഇങ്ങനെയാണല്ലോ ഈ സ്വാമി ഇങ്ങനെ പറയുന്നല്ലോ, അവിടെ എറണാകുളത്തുള്ള കുറച്ച് വിശ്വാസികളൊക്കെ അന്നത്തെ കാലത്ത് ഇതുണ്ട് പറയുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഗുരു ഒന്നിങ്ങനെ ചിന്തിച്ചിട്ട് ഗുരു ഇങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് മുഖത്ത് ഇങ്ങനെ നോക്കി ഗുരു പറഞ്ഞു തന്നതാണ്, മോനെ അത് ആരുടെയും പേരല്ല, അത് ആ പരമമായ പ്രകാശത്തെയാണ് നമ്മൾ നമിക്കുന്നത്. അതീവ സത്യപ്രകാശം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങ് ഏറ്റവും പരമമായ ആ പ്രകാശം, അതാണ്, അതിനെയാണ് നമ്മൾ നമിക്കുന്നത്, അല്ലാതെ ആരുടെയും പേരൊന്നും അല്ല കേട്ടോ എന്ന് എനിക്ക് എൻ്റെ ആ കൊച്ചു പ്രായത്തിലുള്ള എൻ്റെ സംശയത്തിന് ഗുരു പറഞ്ഞു തന്നത്. അപ്പൊ എന്താ എനിക്കത് മതിയല്ലോ ആ അനുഭവം. എൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഇത്രയും വ്യക്തമായിട്ട് ഗുരു പറഞ്ഞു തന്നത് പിന്നെ എന്താ വെറുതെ ആയിരുന്നോ ഗുരു പറഞ്ഞു തന്നത്. അപ്പൊ ഇവരിങ്ങനെ ഇരുന്നിട്ട് കുറെ പേരെ പറ്റിക്കാന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? അത് ആശ, അത് ഇങ്ങനെ അവര് പോലും അറിയാതെ അവരെ മനസ്സിങ്ങനെ സംശയിപ്പിക്കുകയും അവരെ മനസ്സിലൂടെ ഈ ഒരു മാനസിക തലത്തിലുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ മനസ്സിനൊരു ദൈവമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലത്തിൽ 7ാമത്തെ അവസ്ഥയിൽ ഒരു ദൈവമുണ്ട്. ഈ മാനസിക തലത്തിലുള്ളവർക്കെല്ലാം ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ്, ആ ദൈവത്തിനെ തന്നെ എല്ലാവരും ആരാധിക്കണം എന്നുള്ള രീതിയിൽ ഈ മനുഷ്യനെ മതങ്ങളായിട്ടും പല രീതിയിലും എന്ത് ഗുരുക്കന്മാർ വന്നാൽ അവരിങ്ങനെ ഈ അവതാര സ്വഭാവത്തിൽ ഈ മാനസിക തലത്തിലൊരു ആരാധന സ്വഭാവം മാത്രമാക്കി അതിൻ്റെ ഒരു അവതാരവും അതിൻ്റെ സ്വഭാവമാക്കിയിട്ട് എല്ലാ ആരാധനകളും അതിലേക്ക് ചെല്ലത്തക്ക വണ്ണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലത്തിൽ. അപ്പം യഥാർത്ഥ ദൈവം, ആ പ്രകാശ സ്വരൂപിയായ പരമമായ എല്ലാ നാമരൂപങ്ങൾക്കും എല്ലാത്തിനും അതീവമായിട്ടുള്ള ആ സത്യപ്രകാശമായിട്ടുള്ള ആ ദൈവം ഗുരുമാർഗത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഒരു മനുഷ്യരൂപത്തിലെ ഗുരുവിൻ്റെ ഹൃദയത്തിലൂടെ ആ ഗുരു ആ ബോധത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഗുരുവിലൂടെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി നടക്കാതിരിക്കാനായിട്ട് ഈ മാനസിക തലത്തിലുള്ള എല്ലാ വ്യക്തികളെയും ഇങ്ങനെ സംശയിപ്പിക്കാനും ഇങ്ങനെ ബലിയാടാക്കിക്കൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഇങ്ങനെ മാനസിക തലത്തിൽ ചില ശക്തിവിശേഷങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും അത് തുടരുന്നു. അപ്പോൾ അത് ഗുരു പറഞ്ഞ പോലെ അവരിപ്പോൾ പല രീതിയിലും ഇതിനെ നന്നാക്കാൻ ശ്രമിക്കുന്നു, മറ്റു രീതിയിലൊക്കെ പലതും പ്രവർത്തിക്കുന്നു എന്നൊക്കെ വളരെ ഇമോഷനോടെയൊക്കെ പറയുമ്പോഴും ഞാനിത് ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നുമല്ല. ഇത് ഇത്രയും ഇമോഷനോടെയും സെൻറ്റിമെൻറ്റും പല ഇമോഷനും പല വ്യാകുലതകളും ഒക്കെ കാണിക്കുമ്പോൾ ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ, മനുഷ്യൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ വരില്ല, മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ വരില്ല. ഇതെല്ലാം സൂക്ഷ്മമായിട്ട് കാപട്യമാണ്. ജീവബോധത്തിലേക്ക് ഉണർന്നാൽ മാത്രമേ യഥാർത്ഥ ഒരു കാരുണ്യ സ്വഭാവത്തിലുള്ള സ്നേഹ സ്വഭാവത്തിലുള്ള സത്യമായ ആത്മീയ പ്രവർത്തനം ഉണ്ടാവും. ജീവബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിയായ ആധ്യാത്മിക പ്രവർത്തനം നടത്താനുള്ള ഇൻസൈറ്റ് ദൈവത്തിൽ നിന്ന് ലഭിക്കും. ദൈവത്തിൻ്റെ ആ ധാമത്തിൽ നിന്ന് ജീവനിലൂടെ പ്രവർത്തിച്ചു വരുന്ന ആ അറിവ് വരാത്തിടത്തോളം കാലം മനസ്സിൻ്റെ തലത്തിലിരുന്ന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കള്ളത്തരങ്ങളാണ്. എല്ലാ പ്രവർത്തനങ്ങളും അതിന് പല ഉദ്ദേശങ്ങൾ കാണും, ലക്ഷ്യങ്ങൾ കാണും. കാര്യം അൺകോൺഷ്യസ് ടെൻഡൻസികളെ മനസ്സിലൂടെ പ്രവർത്തിപ്പിക്കുക, അതങ്ങനെയാണ്. എന്തെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടുള്ള ടെൻഡൻസികൾ കാണും, അതിന് ഉദ്ദേശങ്ങൾ കാണും, ലക്ഷ്യങ്ങൾ കാണും. ഈ പറയുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ പിന്നീടാണ് അറിയുന്നത്. അവരെ ബ്രെയിൻ പിന്നീടേ അറിയൂ, താമസിച്ചേ അറിയൂ. അപ്പം ജീവബോധത്തിൽ എത്തിയിട്ടേ ആധ്യാത്മിക സമാധി സ്വഭാവത്തിൽ മനസ്സൊടുങ്ങി ജീവബോധത്തിൽ ഉണർന്നവർ മാത്രമേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാവൂ, പറയാവൂ, പ്രവർത്തിപ്പിക്കാവൂ, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാവൂ എന്ന് ഗുരുക്കന്മാർ പണ്ടേ അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഗുരു നിർദ്ദേശിക്കണം ഒരാളോട്, നീ സംസാരിക്കൂ, പ്രവർത്തിക്കൂ. അപ്പോൾ എന്ത് പറ്റും? ഗുരു അയാളെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ സമർപ്പിതനായിട്ടുള്ള ഒരു ശിഷ്യനാണെങ്കിൽ ആ ഒരു ഗുരു നിർദ്ദേശപ്രകാരം ഗുരുവിൻ്റെ വാക്കനുസരിച്ച് സംസാരിക്കാൻ പ്രവർത്തിക്കാം. അല്ലാതെ സാധാരണ മനുഷ്യർക്ക് ഗുരുക്കന്മാരുടെ നിർദ്ദേശമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അവർ ബലിയാടുകളാണ്. അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവരിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, പരാതികൾ, പ്രോബ്ലങ്ങളൊക്കെ പറയുന്നു. എന്തുകൊണ്ടാണ് ചില മരണങ്ങൾ, വിഷമങ്ങൾ, ദുർമരണങ്ങൾ എന്നൊക്കെ പറയുന്നത്? എന്തുകൊണ്ടാണ്? ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ചുമ്മാ പല രീതിയിൽ നമ്മൾ വിശ്വസിച്ച് പല സ്ഥലത്ത് അങ്ങനെ നിന്നാൽ മാത്രം പോരാ. നമ്മൾ ഗുരുവിനെ വന്ന് കണ്ട് ഈ പ്രകാശം, ഞാൻ പറയുന്ന ശിഷ്യഭൂത എന്ന വ്യക്തിയല്ല, ആ പ്രകാശ സ്രോതസ്സായിട്ടുള്ള ഗുരുവിനെ വന്ന് കണ്ട് വിശ്വസിച്ച് സമർപ്പിച്ച്
നമ്മൾ വളരെ സത്യസന്ധമായി സ്നേഹ സ്വഭാവത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഒരു കാരുണ്യം ലഭിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ തന്നെ ദൈവത്തിനെ നിഷേധിച്ചിട്ട് ആശ്രമത്തിൻ്റെ പല വിങ്ങുകളിലും പല സ്ഥലത്ത് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ആശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ ഗുരു ഒരിക്കലും കുറ്റവും വഴക്കൊന്നും പറയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് തന്നെ നിന്നിട്ട് പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഗുരുവിനെ വണങ്ങി ബഹുമാനിച്ച്, ഈ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമാണ് എക്കാലത്തും ഗുരുക്കന്മാർ. നമ്മുടെ ശിഷ്യഭൂതയോ ഗുരുവോ എന്നുള്ളതല്ല, ദൈവം പ്രവർത്തിക്കുന്ന ഗുരുക്കന്മാരിലൂടെയാണ്. അപ്പോൾ ആ ഗുരുവിനെ വണങ്ങാതെ മറ്റ് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പല രീതിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ചിട്ട് കുതന്ത്രങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ദൈവം തന്നെ കൂടുതൽ ആപത്തുകളും തെറ്റുകളും പ്രവർത്തിക്കാതിരിക്കാൻ അതങ്ങ് എൻഡ് ചെയ്യിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പണ്ട് ചിലർ പറയും നല്ലവരെ പെട്ടെന്ന് വിളിക്കും, ദുഷ്ടനെ പന പോലെ വളർത്തും. അപ്പം നല്ലവർ കൂടുതൽ തെറ്റ് ചെയ്യാതിരിക്കാൻ അതങ്ങ് എൻഡിയിക്കുന്നു, ദുഷ്ടനെ പന പോലെ വളർത്തും. അവൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അവനെ പെർമനന്റ് നരകത്തിൽ കൊണ്ടുപോയി ടോർച്ചർ ചെയ്യും. ശ്രീ, അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി മരിക്കില്ല എന്ന് ഇവിടെ ദർശനത്തിൽ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് അത് പത്രത്തിൽ കൊടുക്കാനായിട്ട് ഇവിടുന്ന് 2-3 പേര് പോയി. പോയവരെ എനിക്ക് അറിയാം, അതിന്റെ വിശദവിവരങ്ങൾ അറിയാവുന്ന വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഗുരു ഇത് അറിഞ്ഞ ഉടനെ അത് തെറ്റാണെന്ന് ഗുരുവിന് മനസ്സിലായിട്ട് ഗുരു പറഞ്ഞു അത് പറയണ്ട എന്ന്, അറിയിക്കണ്ട എന്ന് അവരെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഇവര് പണ്ട് എന്ന് പറയുന്നത് മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമല്ലേ, ഇവരിത് ഗുരു അറിയിച്ചതിന് മുമ്പേ തന്നെ ഇവരിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അവര് പോയി ഇത് അറിയിക്കരുത് എന്ന് ഫോണൊക്കെ വിളിച്ച് അവരെ അറിയിക്കുമ്പോഴേക്കും ഇവര് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് അതറിയാം, ഇങ്ങനെ ദർശനമൊക്കെ തെറ്റും, കാരണം നോക്കുന്നവർക്ക് തെറ്റും. അത് തന്നെയല്ലേ ഗുരു പറയുന്നത്, ഗുരുവാണി തന്നെ ഉണ്ടല്ലോ, ഈ നോക്കി പറയുന്നവര് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങളെങ്ങനെ അറിയൂ എന്ന് ഗുരു തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു തിരുത്തും കറക്ഷനും ഒക്കെ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ട് ഇതൊക്കെ പറയുള്ളൂ. അന്ന് ഇതേപോലെ ഈ ജനനിക്കാണ് ഇത് കിട്ടിയത്, തെറ്റിച്ചത്. അല്ലാതെ അത് അഭിമന്യ ശിഷ്യപൂജിതയല്ല ഇത് തെറ്റിച്ചത്. അന്ന് ദർശനം തെറ്റിച്ച ആളാണ് ഇന്നിരുന്ന് ഇന്നും ഒരു ആശ്രമത്തിന് ഒരു ചീത്തപ്പേരാണല്ലോ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു കുറെ പേർക്ക് അറിയാവുന്ന ഒരു കളിയാക്കുന്ന ഒരു കാര്യമാണിത്. ശാന്തിഗിരി ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെ അതുപോലെ തന്നെ ഇപ്പോ നമ്മളിപ്പോ ഒരുപാട് ഈ പലരും ഇപ്പൊ ഇവര് തന്നെ പല പ്രശ്നങ്ങൾ പറയുന്നു. ഇപ്പോൾ വിവാഹങ്ങളുടെ പ്രശ്നങ്ങൾ, വിവാഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ അപകടകരമായ ഒരു സാഹചര്യത്തിലാണ്. കാര്യം പുതിയ യുക്തിവാദികളും ചില ചിന്തകന്മാരും പുതിയ സാമൂഹ്യ പ്രവർത്തകരെന്നൊക്കെ വന്ന് പറയുന്നവരെല്ലാം ഈ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മാറ്റി അവർ പാശ്ചാത്യ സംസ്കാരത്തിലൊക്കെ പലതും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്ന് മോഡേൺ ആയിട്ടുള്ള മൊബൈൽ ഫോൺസും സോഷ്യൽ മീഡിയസും എല്ലാം വന്നതോടുകൂടി കുടുംബ ബന്ധങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. പണ്ടെന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ആരും അച്ഛനും അമ്മയും ഒന്നും തിരക്കാൻ പോകുന്നില്ല, അവരെല്ലാം സഹിച്ച് ക്ഷമിച്ചൊക്കെ അങ്ങ് ജീവിച്ചു പോകുമ്പോൾ അന്നത്തെ കാലത്ത് എല്ലാ കുടുംബങ്ങളും നമ്മുടെ ഇന്ത്യയിലെ പോലുള്ള സംസ്കാരത്തിലൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. ഇന്ന് പുതിയ സ്ത്രീകൾക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയ അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തിൽ പുതിയ തലത്തിൽ ആരും അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചു ഒന്നും പോകാതെ വളർന്നു വരുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അപ്പം ഇങ്ങനെ എന്നിട്ട് കുടുംബക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെട്ട് എല്ലാം കൂടെയൊക്കെ കുളമാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുടുംബജീവിതം ഇന്ന് നന്നായിട്ട് പോകണമെങ്കിൽ അതാണ് അത്ഭുതം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളെല്ലാം നേരെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ഹാർമോണിയസ് ആയിട്ട് ജീവിക്കണം, എങ്ങനെ സഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്ങനെ ജീവബോധത്തിലേക്ക് ഉണരണം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതെല്ലാം പഠിപ്പിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇതിനെല്ലാം പരിവർത്തനം വരുത്തുന്ന സ്ഥലമാണ് ആശ്രമങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ തെറ്റിച്ചിട്ട് നമ്മളിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. ശ്രീ, ഒരു കാര്യം പറഞ്ഞിട്ടെ, എനിക്ക് വിവാഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗുരു നടത്തുന്ന കല്യാണങ്ങളെല്ലാം ഡിവോഴ്സ് ആകാത്ത കല്യാണങ്ങൾ ആയിരിക്കണമെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഗുരുവിന്റെ ഉദ്ദേശം എന്താണ്? രണ്ടുപേരെ ചേർക്കുമ്പോൾ അവരിലൂടെ ഒരു നല്ല സന്താന പരമ്പര ആ കുടുംബത്തിൽ ജനിക്കുക. പിന്നെ ഡിവോഴ്സ് ആകാതിരിക്കാൻ നോക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമല്ലേ. ഇപ്പൊ ഡിവോഴ്സ് ആകാത്ത കല്യാണങ്ങൾ നടത്താൻ ഗുരുവാണോ അത് ചെയ്യേണ്ടത്? നമ്മളല്ലേ അത് ചെയ്യേണ്ടത്? ഗുരുവിന് ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്ത് തരാനേ പറ്റൂ. വഴക്ക് കൂടുന്നതും എല്ലാ വൃത്തികേടും കാണിക്കുന്നതും നമ്മളാണ്. അതിന് കല്യാണം വെച്ചുകൊണ്ടാണോ ഗുരുവിനെ അണക്കേണ്ടത്? ഒരു ഗുരുവിനെ കിട്ടിയവര് ഇനി ദയവ് ചെയ്ത് ഇത്രയും വലിയ മഹാഗുരുവിനെ കിട്ടിയവര് അവനവന്റെ കല്യാണം പൊളിഞ്ഞെന്ന് പറഞ്ഞ് ഈ പറയരുത്, ഇത് മണ്ടത്തരാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എല്ലാ നേട്ടവും എല്ലാ നന്മയും എല്ലാം ഈ ഗുരുവിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ ദൈവത്തെ വണങ്ങി ആ ദൈവപ്രകാശത്തിൽ പോകുക എന്നുള്ളത്. പക്ഷേ ഈ പറയുന്നവർ, ഈ പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പറയുന്നവർ ഈ ഗുരു ദർശനത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹിമ മനസ്സിലാക്കാത്ത സ്വഭാവത്തിൽ പ്രവർത്തിക്കും. ഇപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഫൗണ്ടർ ഗുരുവിനെ ആ രീതിയിൽ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇവർ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ രീതിയിൽ ഗുരു മഹിമ പിൽക്കാലത്ത് വന്ന ശിഷ്യപൂജിത എന്നുള്ളതല്ല,
ഗുരുമഹിമ വ്യക്തിബോധത്തിലുള്ള ആ ഗുരുമഹിമ, ആ ഗുരുപ്രകാശമായിട്ടുള്ള അതിനെ മാനിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആധ്യാത്മികമായിട്ട് ഞാൻ ആഗ്രഹിച്ച മഹിമ, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ഞാൻ അന്വേഷിച്ച് നടന്ന എൻ്റെ ഈ പറയുന്ന ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുള്ള ആ ആധ്യാത്മികമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പല സമയത്തും പല വീഡിയോകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഭൗതികമായിട്ട് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കുറച്ച് അനുഭവങ്ങളും കൂടെ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അനുഭവമായിട്ട് ഗുരുവിനെ കൂട്ടിക്കുഴച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. എന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പോലും അത്ഭുതമായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ ഞാൻ അതും കൂടെ ഒന്ന് പറയുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛനൊക്കെ അലോപ്പതി ചികിത്സ, ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ വിധികൾ, അല്ല ഗുരുക്കന്മാരും മന്ത്രവും മായൊന്നും അതൊന്നും ഇഷ്ടമല്ലാത്തൊരു സ്വഭാവം. ഞാനും നാച്ചുറലി ഒട്ടും ഇതിനെയൊന്നും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ, അസുഖം വന്നാൽ നമ്മൾ ചികിത്സിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്നെ പുനർചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ഡയറി ഫാമിൽ അന്ന് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ലോഡ് പുല്ലും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നടക്കുമ്പോൾ ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കാല് സ്ലിപ്പായി ഞാനൊരു കുഴിയിലേക്ക് ചെന്ന് വീഴുകയും ഈ പുല്ല് വന്ന് എൻ്റെ തലയിൽ ഇരുന്ന് ഞാനും പുല്ലും എല്ലാം കൂടെ ചെന്നങ്ങ് തറയിൽ വീണ് എൻ്റെ തലയിൽ ഈ കെട്ട് പുല്ലും വന്ന് വീണു. അപ്പോൾ എനിക്ക് കഴുത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഉണ്ടായി. അപ്പോൾ ഈ വേദനയായിട്ട് ഞാൻ നടക്കുമ്പോൾ ഞാൻ അലോപ്പതി ചികിത്സ പരീക്ഷിച്ചു, പിന്നെ ഹോമിയോ ചികിത്സ കുറേ കാലം പരീക്ഷിച്ചു, ആയുർവേദവും പരീക്ഷിച്ചു. അങ്ങനെ എല്ലാത്തരം ചികിത്സയും പരീക്ഷിച്ച് എൻ്റെ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചികിത്സകളും കഴിഞ്ഞ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നിട്ടും എത്രയോ ഒരു 4-5 മാസമായിട്ടും ഈ വേദന എനിക്ക് കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, എനിക്കിങ്ങനെ ഒരു വേദന നിലനിൽക്കുന്നു. അപ്പോൾ എനിക്കൊരു വിഷമമായി. കാരണം ഇനി ലൈഫ് ലോങ് ഞാൻ ഇങ്ങനെ ഒരു വേദനയായിട്ട് നടക്കണോ? കാരണം എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ ചികിത്സകളും ഞാൻ ചെയ്തു, പക്ഷേ എനിക്ക് വേദന മാറുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം അഭിവന്ദ ശിഷ്യപൂജയെ കണ്ടിട്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ ചുമ്മാ, കാര്യം ഞാൻ ഈ കാര്യങ്ങൾ ഗുരുവിനോട് പറഞ്ഞ് അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. എന്നാലും ഞാൻ പറഞ്ഞു ഇനി ഗുരുവിനോട് പറയാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു വിഷമം ഗുരുവിനോടൊന്ന് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഗുരുവെ ഞാനിങ്ങനെ പുല്ലും ചുമന്ന് ഇങ്ങനെ വീണു, എനിക്ക് കഴുത്തിന് ഭയങ്കര വേദനയുണ്ട്, തിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജെന്നി എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, അത് നീ പിന്നെ ഹൃദയരഞ്ജനിയും മുറിവെണ്ണയും കൂടെ ഇട്ടങ്ങ് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നേരെ പുറത്തിറങ്ങി കഴുത്ത് തിരിച്ചു നോക്കുമ്പോൾ എനിക്ക് വേദനയില്ല. ഹൃദയരഞ്ജനിയും മുറിവെണ്ണയും ഇടേണ്ടി പോലും വന്നില്ല. ഈ 4-5 മാസമായിട്ടുള്ള എൻ്റെ വേദന എനിക്ക് ഇല്ലാതായി കഴിഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ട് അതിശയിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഈ വേദനയും ഈ അസുഖവും ഒക്കെ ഇത് സത്യമോ അതോ ഇത് തോന്നലോ, അല്ലെ ഇതെങ്ങനെ ഗുരുവിനോട് പറഞ്ഞപ്പോൾ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചികിത്സാ വിധികളെക്കാളും എല്ലാം ഉപരിയായിട്ട് എന്തോ ദിവ്യമായിട്ടുള്ള ഉപരിയായിട്ടുള്ള ഒരു സത്യമുണ്ട്. ഇതാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ജീവനും ഒക്കെ മാറ്റം വരുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അങ്ങനെയാണ് എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചികിത്സാ വിധികളെക്കാളൊക്കെ ഉപരി ആധ്യാത്മികമായിട്ടുള്ള വഴിയിലൂടെ ഇതിനെല്ലാം മാറ്റം വരണമെന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കാനും പ്രവർത്തിക്കുക. കാര്യം എനിക്ക് മനസ്സിലായി ഇതെല്ലാം ഇങ്ങനെ ചില സൂക്ഷ്മ തലങ്ങളുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് മാറ്റി എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവായിരുന്നു. അതിനുശേഷം ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ ഒരു ഗുരുദർശനത്തിന് കഴിഞ്ഞിട്ടിങ്ങ് വരുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ച് ബിസിനസ് പരമായിട്ടല്ല പോകുന്നത്, പക്ഷേ നമ്മൾ വളരെ സന്തോഷത്തോടെ ഗുരുദർശനം ഇപ്പോൾ ശിഷ്യപൂജയെ കണ്ടിട്ട് വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫോണിലൊരു മെസ്സേജ്. അത് ഞാൻ എത്രയോ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന, എനിക്ക് ഒട്ടും അത് ലഭ്യമാകില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന, എന്നെ അതിൽ പുറന്തള്ളുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യത്തിൽ എനിക്ക് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട്, ഞാൻ ലോജിക്കലി എനിക്കത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ലഭിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ, ഗുരുവിനെ കണ്ടിട്ട് വന്നപ്പോൾ കൽപ്പവൃക്ഷം എന്ന് പറയുന്നതൊക്കെ എന്തോ ഒരു പോസിറ്റിവിറ്റി എനിക്ക് സംഭവിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ കാര്യമാണ്, എന്നാലും ഞാൻ ഒരു അനുഭവമായിട്ട് പറയാൻ. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാനിപ്പോൾ UGC നെറ്റ് ഇപ്പോൾ ആശയുടെയൊക്കെ നിർബന്ധ ഫലത്തിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ തന്നെ എഴുതി, അതൊന്നും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ആശയും കുട്ടികളും ഒക്കെ എല്ലാം പല പേനയൊക്കെ കൊണ്ട് ഗുരുവിനെ കൊണ്ട് സങ്കല്പിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എനിക്കിത് ഗുരുവിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനായിട്ടൊരു വിഷമം, ഇങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് ഇനി എന്താന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നാലും ഇവരുടെയൊക്കെ നിർബന്ധത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് പേന കൊടുത്തിട്ട് സങ്കല്പിച്ച് ഞാൻ പേന കൊടുത്തില്ല, ഞാനിങ്ങനെ ഗുരുവിനോട് പുഷ്പം ഒരു പേനയൊക്കെ കൊടുത്ത് സങ്കല്പിക്കുന്ന കൂട്ടത്തിൽ ഗുരുവിനോട് പറഞ്ഞു, ഗുരു എനിക്കും ഇങ്ങനെ ഒരു പരീക്ഷയുണ്ട്, ഒരു ഭസ്മം ഇങ്ങനെ തരണം. പക്ഷേ ഗുരു അത് പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് എനിക്കൊരു ഭസ്മം തന്നു. ആ പ്രാവശ്യത്തെ നെറ്റ് ഞാൻ ക്വാളിഫൈഡ് ആയി എന്നുള്ളതാണ്. അപ്പം
ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊച്ചു അനുഭവങ്ങൾ നിത്യജീവിതത്തിൽ ഭൗതികമായിട്ട് ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് അനേകം ഇപ്പൊ ഇനി പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ അനേകമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതിനി പല വീഡിയോകളിലായിട്ട് പറയണം. കാര്യം ഇതായിരിക്കും ഒരു പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആധ്യാത്മികമായിട്ടുള്ള അനുഭവം അല്ലേ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള അനുഭവങ്ങൾ മനുഷ്യർക്ക് ജീവിതത്തിൽ പച്ചയായിട്ട് കിട്ടുന്ന അനുഭവമാണല്ലോ അവർക്ക് പ്രാധാന്യം ഒരു താല്പര്യം ഉണ്ടാക്കുന്നത്. അതെ ഗുണമില്ലാത്ത കാര്യം എന്തിനാണെന്ന് അതെ ചിന്തിക്കും തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ മനസ്സ് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഭക്തി, ഇത് ബിസിനസ് പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ചെല്ലുമ്പോഴല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. വളരെ ഭക്തിസാന്ദ്രമായിട്ട് നമ്മൾ ഗുരുവേ ദൈവമേ അപ്പ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ, വളരെ വിഷമിച്ചൊക്കെ ചെല്ലുമ്പോൾ എന്തോ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ശക്തിവിശേഷം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് നമ്മുടെ അനുഭവമാണ് ഗുരുവിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നേടണമെങ്കിൽ നമ്മൾ ഗുരുമാർഗത്തിൽ വിശ്വസിച്ച് ഗുരുവിനോടൊപ്പം ചെന്ന് പ്രവർത്തിച്ച് വരുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാതെ ആശ്രമത്തിൽ തന്നെ നിന്ന് നമ്മൾ പല മേഖലയിലും പ്രവർത്തിച്ചിട്ട് അവസാനം ഗുരുവിനെ അംഗീകരിക്കാതെ ഗുരുവിനെ ധിക്കരിച്ചുകൊണ്ട് സംശയിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മളൊരു ദൈവനിന്ദയാണ് ചെയ്യുന്നത്. ദൈവനിന്ദ ചെയ്തിട്ട് ഈ സ്ഥലത്ത് നിന്ന് തെറ്റിക്കാൻ പറ്റില്ല എന്ന് ഗുരു പറഞ്ഞേക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ തെറ്റിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ അപകടങ്ങളൊക്കെ വരികയാണ്. പിന്നെ അതിന് നമ്മൾ മറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എല്ലാവർക്കും ഈ പറയുന്ന ചില സന്യാസിയുടെ ഒക്കെ പ്രവർത്തനത്തിലുള്ള പരാതിയൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, എല്ലാ വ്യക്തികളെയും ഇപ്പോൾ ഭരണരംഗത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും ലോക നേതാക്കന്മാരായാലും അതൊക്കെ വരാൻ ഓരോ കാരണങ്ങളുണ്ട്. ദൈവം തന്നെയാണ് അല്ലെങ്കിൽ ദൈവനിയതിയായിട്ട് തന്നെയാണ് ഇത് ഓരോരുത്തരും ഓരോ സ്ഥാനത്തേക്കൊക്കെ വരുന്നത്. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അവർക്കൊരു സമയം അനുവദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഭരണം ശരിയല്ലാതെ തമ്മിൽ തല്ലുന്നൊരു സാഹചര്യത്തിൽ മുഗളന്മാരെ ഇവിടെ കൊണ്ടുവന്നതായിട്ടും പിന്നെ അവർ തെറ്റി വന്ന സമയത്ത് ക്രിസ്ത്യാനികൾ വന്നതായിട്ടും, അപ്പോൾ ഇതൊക്കെ ദൈവനിശ്ചയമായിട്ട് വന്ന് ഇങ്ങനെയൊക്കെയുള്ള ബ്രിട്ടീഷുകാരൊക്കെ വന്ന് നമ്മളെ ഇങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തരൊക്കെ വരുന്നതിന് ഓരോ കാരണങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ ഗുരു നമ്മളെ ഒരു ഭരണചക്രത്തെ ഒരു ആളെ ഏൽപ്പിക്കുമ്പോൾ അതിന് നന്മയോ തിന്മയോ എന്തോ ആവട്ടെ അവർക്കൊരു സൈക്കിൾ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് പ്രവർത്തിച്ചെടുക്കേണ്ടത് അവരുടെ കാര്യം. അത് ഭരണരംഗത്തുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അത് നല്ല രീതിയിൽ എടുത്താൽ അത് അവർക്ക് കൊള്ളാം. നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മികമായ മേഖലയെ ആർക്കും തകർക്കാൻ പറ്റില്ല. അത് ഗുരുശിഷ്യ ബന്ധത്തിൽ ഇത് പരമ്പരയായിട്ട് ഇത് ലോകത്തിലേക്ക് അതിൻ്റെ നന്മയായിട്ട് പോകുന്നതാണ്. അതിൽ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അത് വെച്ചിട്ടൊന്നും നമ്മൾ ആരും സംസാരിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോ ഭരണ സംവിധാനവും അതാത് കാലത്തെ ജനങ്ങളുടെ വിശ്വാസികളുടെ എല്ലാവരുടെയും ആ സ്വഭാവത്തിനും കളക്റ്റീവായിട്ടുള്ള ഒരു ആവശ്യത്തിനും അനുസരിച്ചാണ് ഓരോരുത്തരും ഉരുത്തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലോകം നന്നാകാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് നമ്മൾ നല്ലതായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉചിതമായ രീതിയിൽ ലോകത്തിനും അതിൻ്റേതായ റിഫ്ലക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് ആധ്യാത്മികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗുരുമാർഗത്തിൻ്റെ നന്മ മനസ്സിലാക്കി ഇപ്പോൾ പൂജിതപീഠം സമർപ്പണം അതിൻ്റെ വ്രതാരംഭങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വ്രത കാലഘട്ടത്തിൽ ഇതിപ്പോൾ ശിഷ്യപൂജിതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമല്ല, ഇത് പരമ്പരയെ സംബന്ധിച്ച് ആ ദൈവ പ്രകാശത്തിൻ്റെ സാന്നിധ്യം പരമ്പരയിൽ അണയുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മെമ്മറിയുടെ ഫലമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം ആ വ്രതാരംഭത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് ജീവനിൽ അത്രയും നന്മയായിട്ട് ഒരു പുതിയ മാറ്റത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. കാര്യം ഇതൊരു ശിഷ്യൻ ഈ ഒരു കടന്നു എന്നുള്ള ഒരു വലിയ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ നമ്മളെല്ലാം ശിഷ്യ സ്വഭാവത്തിലുള്ളവരാണ്. ഗുരുവിൻ്റെ അവസ്ഥാ പൂർത്തീകരണം ഗുരു പൂർത്തീകരിച്ചാണെങ്കിൽ ഇതൊരു ശിഷ്യൻ പൂർത്തീകരിച്ച അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമുക്കെല്ലാം ആ സത്യത്തിൻ്റെ നന്മയുടെ ബോധത്തിൻ്റെ ഉണർച്ചയിലേക്ക് പോകാനുള്ള ഒരു അസുലഭ അവസരമാണ്. നമ്മൾ ആ വ്രതം അതിൻ്റെ പൂർണ്ണമായ നന്മയിൽ ഏറ്റെടുത്ത് നമ്മളെല്ലാവർക്കും അത് ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം.